Namaste. Greetings to everybody. BPAG 173. ഇന്ന് യൂണിറ്റ് 8 and 9. ഓക്കെ, 2 യൂണിറ്റാണ് എടുക്കുന്നത്. 8 ഇ ലേണിംഗ് റോൾ ഓഫ് ICT ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇ ലേണിങ്ങിൻ്റെ അതായത് റോൾ ഓഫ് ICT ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അതിൽ ഇ ലേണിംഗ് കൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് അത് ആദ്യം നമ്മൾ പറയും. ഇ ലേണിങ്ങിലെ ഓൺലൈൻ ഡെലിവറി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അതും പറയും. ഇ ലേണിംഗ് സിസ്റ്റംസ്, വെർച്വൽ ലേണിംഗ് എൻവയറോൺമെന്റ്, ഡിജിറ്റൽ ലൈബ്രറി, ക്ലൗഡ് സ്റ്റോറേജ് ഇൻ എഡ്യൂക്കേഷൻ സെക്ടർ, ഡിജിറ്റൽ പോർട്ട്ഫോളിയോ. ഇതാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇ ലേണിങ്ങിലെ കൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ്, e-learning online delivery of education and training, e-learning system, virtual learning environment, digital library, cloud storage in education sector, digital portfolio. Okay, ഇതാണ്. അപ്പൊ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കുറേ നമ്മൾ പറഞ്ഞല്ലോ, ഇതെങ്ങനെയാണ് ഉടലെടുത്തത്, എന്താ അതിൻ്റെ പ്രാധാന്യം. ഇന്ന് വളരെ അധികം നമ്മളെ ടെക്നോളജിക്കലി നമ്മളെ വളരെ ഇന്ത്യ വളരെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്, വളരെ അഡ്വാൻസ്. സോ everywhere digitalization, everything, technology is also fast changing. You know that everywhere in IT companies are there, employment opportunities are there, and previously it was analog technology, but digital technology അങ്ങനെ പോകുന്നു. അതേമാതിരി പല പണ്ടൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ, സിവിൽ, ആർക്കിടെക്ട് ഇതേമാതിരിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പിന്നീടാണ് വന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അനവധി ഇൻസ്റ്റിറ്റ്യൂഷൻസും വന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട് ആൾറെഡി. അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മുടെ ഇവിടെ തന്നെ നമുക്ക് വിത്തിൻ ഇന്ത്യ, വിത്തിൻ ദ സ്റ്റേറ്റ് എല്ലാം പഠിക്കാനുള്ള സൗകര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി ഇപ്പോൾ ഇന്ന് അനിവാര്യമായിട്ട് തീർന്നിരിക്കുകയാണ്. കാരണം കാരണം അതിൽ നമ്മുടെ സർവൈവലിനും അതെ ഓരോരുത്തർ ഇതുകൊണ്ട് തന്നെ പല ജോലി ചെയ്ത് ജീവിക്കുന്നവരും പലരും ഉണ്ട്. ഓക്കെ, വീട്ടിലിരുന്നിട്ടും ഇന്നത്തെ കാലത്ത് അറിയാലോ, കോവിഡ് ടൈമിലൊക്കെ ഓൺലൈനിലൊക്കെ അല്ലേ പല കാര്യങ്ങളും ചെയ്തിരുന്നത്. സോ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT ഹാസ് ബിക്കം എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ലേണിംഗ് ടുഡേ. എല്ലാം അവിഭാജ്യ ഘടകമാണ്, ഇന്റഗ്രൽ പാർട്ട്. കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തും കൂടി നോക്കിയോളൂ, അവർക്ക് ഓൺലൈൻ ക്ലാസ് അല്ലേ, ചെറിയ കൊച്ചു കുട്ടികൾ പോലും. അപ്പൊ ഇന്റഗ്രൽ പാർട്ടായിട്ട് പരിണമിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് വേണമെച്ചാലും നമുക്ക് അവൈലബിൾ ആണ്, ഈസിലി അവൈലബിൾ ആണ്. ഇപ്പൊ വീട്ടില് പണ്ടൊക്കെ ലഗ്ജറി ആയിരുന്നു കമ്പ്യൂട്ടർ അല്ലേ, ഈ ലാപ്ടോപ്പ് ഒക്കെ. ഇപ്പൊ അതല്ല, എസെൻഷ്യൽ ആയിട്ട് നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും, ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുക്ക് ചെയ്യണോ, എവിടെയെങ്കിലും പോകണോ, എല്ലാം നമുക്ക് ഈസിലി അവൈലബിൾ. പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ അതിന്റെ റിസർവേഷൻ, ഇത് നമ്മൾ എവിടേക്കാണ് അതിന്റെ ഇമ്പോർട്ടൻ്റ്, നമ്മളൊരു സ്ഥലത്ത് പോകുകയാണെന്ന് വെച്ചാൽ വേ, ദ റോഡ്, ബൈ റെയിൽ ഓർ എയർ, എല്ലാം നമുക്ക് ഈസിലി അവൈലബിൾ ആണ് ഗൂഗിൾ, മനസ്സിലായില്ലേ? സോ ICT, കൺട്രീസ് അക്രോസ് ദ വേൾഡ് ആർ യൂസിങ് ICT, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇൻ ഫെസിലിറ്റേറ്റിംഗ് ഇൻഫർമേഷൻ ഡിസിമിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഓൾ ഏരിയാസ് ഓഫ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്. അപ്പൊ നമ്മൾ നോക്കൂ, ഇവിടെ ഇരുന്നിട്ട് ബ്രിട്ടനിലത്തെ കോഴ്സും അമേരിക്കത്തെ കോഴ്സും നമ്മൾ പാസ്സാവുന്നില്ലേ? അതിപ്പോ ACCA നോക്കൂ, ലണ്ടൻ, UK, അതേമാതിരി CMA USA, ഇവിടെ ഇരുന്നിട്ടാണ് കുട്ടികൾ ഓൺലൈനിൽ പഠിക്കുന്നത്. ഓൺലൈനിൽ എക്സാമിനേഷൻ കൊടുക്കുന്നു, റിസൾട്ട് അതിന്റെ ബേസിൽ അവർ സർട്ടിഫിക്കറ്റ് തരുന്നു. നോക്കിയോ? അപ്പോ UK ഓർഗനൈസേഷന്റെ ക്ലാസ് എടുക്കുന്നത് ഇവിടെയാണ്, USA ഇവിടെയാണ്. അപ്പൊ അങ്ങനെ ഓരോരോ ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും നമുക്ക് വളരെ ആക്സസ് ഇന്റർനെറ്റിൽ കൂടെ നമുക്ക് സാധിക്കാവുന്നതാണ്, മനസ്സിലായില്ലേ? അപ്പൊ എല്ലാം സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം വരുന്നത് അത് മാത്രമാണല്ലോ. സോ ദർ ആർ നോ എഡ്യൂക്കേഷണൽ ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് imparting skills and the basic and advanced concept of ICT based systems, software, CD based courses, CD അല്ലേ? അപ്പൊ നമ്മുടെ ഒരു ബുക്കിന് വേറെ ഒരു CD വരെ പണ്ട്. പക്ഷെ അതിന് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ, കാരണം ബുക്കും CD തമ്മിലുള്ള വളരെയധികം വ്യത്യാസം. CD നമ്മൾ പോക്കറ്റിലിടാം, ബുക്ക് പോക്കറ്റിലിടാൻ പറ്റില്ലല്ലോ. പക്ഷേ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ ഈ CD എല്ലാം ഇപ്പൊ നമുക്ക് ചെറുതായിട്ട് നമുക്ക് ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. പക്ഷെ അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസും കൂടി ഉണ്ട്. ഓൺലൈൻ കോഴ്സസ്
നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നു. ഡിജിറ്റൽ ലൈബ്രറി, പണ്ട് മാനുവൽ ലൈബ്രറിയാണ്, ഇപ്പോൾ ഡിജിറ്റൽ ലൈബ്രറിയാണ്. അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പറയാം ഡിസ്കഷൻ ഫോംസ് ഡിസ്കഷൻ. അപ്പോൾ അത് നമ്മളെ ഓൺലൈൻ ഡിസ്കഷൻ്റെ, വീഡിയോ കോൺഫറൻസിൻ്റെ എവറിഥിങ്. ഡിസ്കഷൻ അവിടെ ഇവിടെ പോകേണ്ട ആവശ്യമില്ല, ഒറ്റ സ്ഥലത്ത് ഇരുന്നിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ അയാളുടെ ക്യാബിനിൽ ഇരുന്നിട്ടല്ലേ എല്ലാ ഡിസ്ട്രിക്ട് കളക്ടേഴ്സിനോട് ഉപദേശം കൊടുക്കുന്നത്. പ്രൈം മിനിസ്റ്റർ അയാളുടെ ക്യാബിനിൽ ഇരുന്നിട്ടല്ലേ എല്ലാ ചീഫ് മിനിസ്റ്ററോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷൻ ടൈമിൽ എന്തെല്ലാം ഓരോരോ സ്റ്റേറ്റ് ചെയ്യണമെന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്ന അവിടെ അയാളുടെ ക്യാബിനിൽ വീട്ടിലിരുന്നിട്ടും ഓഫീസിൽ ഇരുന്നിട്ടും ചീഫ് മിനിസ്റ്റർമാരുടെ വീട്ടിലിരുന്നിട്ടല്ലേ ഇത്. അപ്പോൾ അത്ര നമ്മുടെ ടെക്നോളജി അഡ്വാൻസ് ആയതുണ്ട്. ഓൺലൈൻ പിന്നെ ഡിജിറ്റൽ പോർട്ട്ഫോളിയോ ഇത് ഒക്കെ വിഭാഗം. ടെലികോൺഫറൻസ് മനസ്സിലായോ? അതായത് നമ്മൾ എല്ലാം ഇന്നത്തെ കാലത്ത് IT-ലൊക്കെ ടെലികോൺഫറൻസ് ആണ്. സീനിയർ ഡയറക്ടർ ത്രൂ ടെലികോൺഫറൻസ് will give instruction to managers, zonal managers, everything. You have to do like this. This is the position. What is then നമ്മുടെ എത്രത്തോളം അച്ചീവായി, ടാർഗറ്റ് എത്ര അച്ചീവ്, എത്ര ബാക്കി, എന്തുകൊണ്ട്, ഓരോരുത്തരുടെ ഗ്രൂപ്പിന്റെ എഫേർട്സ്, ഇതൊക്കെ ഫീഡ്ബാക്ക് ടെലികോൺഫറൻസ് മുഖാന്തരമായിരിക്കും ചിലപ്പോൾ. മനസ്സിലായി? ഇപ്പൊ USA-ല് ഒറാക്കിൾ USA-ല് ഇരിക്കുന്ന, പക്ഷേ ഹൈദരാബാദിലാണ് സംസാരിക്കുന്നത്. 1 മിനിറ്റ് കൊണ്ട് ഉടനടി ഇത് ഉത്തരം കൊടുത്തോളണം. മനസ്സിലായില്ലേ? അപ്പോൾ ടെലികോൺഫറൻസ് എവറിഥിങ് ഹാസ് മെയ്ഡ് e-learning എ റിയാലിറ്റി ടുഡേ. ഓക്കെ, സോ ഈ ലേണിംഗില് ഇലക്ട്രോണിക് ലേണിംഗ്, e-learning പറഞ്ഞാൽ ഇലക്ട്രോണിക് ലേണിംഗ് കേട്ടോ. അപ്പോൾ ICT ഇന്റഗ്രൽ ഇതാണ്. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നമ്മുടെ ഡിസമിനേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മുടെ e-learning എന്ന് പറഞ്ഞാൽ. പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടുപോകാനുണ്ടല്ലോ. പണ്ട് ഹയർ സ്റ്റഡീസിന് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഫോറിൽ പോകണമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ സമയത്തൊക്കെ എലിമെന്ററി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ ഒക്കെ മാക്സിമം ഇവിടെ കിട്ടിയിരുന്നു അല്ലേ. പക്ഷെ സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റ്, ഇപ്പൊ ബാരിസ്റ്റർ, ലോ, അതൊക്കെ നമ്മളെ UK-ലൊക്കെ പോയിരുന്നു ഓരോ സ്ഥലത്ത്. അതേമാതിരി മാനേജ്മെന്റ് അമേരിക്കയിലൊക്കെ പോയിരുന്നു ഓരോ സ്ഥലത്ത് വലിയ വലിയ ഹയർ സ്റ്റഡീസിന്. ഇന്ന് എല്ലാം ഇവിടെ ഉണ്ട്. മനസ്സിലായോ? ടെക്നിക്കലൊക്കെ ആയിക്കോട്ടെ, അതായത് IITs ഉണ്ട്, IIMs ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഉണ്ട്. മനസ്സിലായോ? അതേമാതിരി അനവധി എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്, മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലതും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നോ നീഡ് ടു ഗോ അബ്രോഡ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് ചിലർ വിചാരിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ എന്തിനാ പഠിക്കണേ, ഫോറിൽ പോയിട്ട് പഠിക്കുക, എനിക്ക് വാല്യൂ കൂടും. അതൊക്കെ വാസ്തവം തന്നെയാണ്. പക്ഷേ ടേക്ക് അവർ IIT, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അതിൽ നമ്മുടെ IITs. മനസ്സിലായോ? അവിടെ പോയി പഠിച്ചാലും ശരി, ഇവിടുത്തെ ആളുകൾ അങ്ങോട്ട് പോകണു. അവിടെ പോയി പഠിച്ചാലും കണക്കന്നെ പൈസ കുറേ ചിലവാക്കുന്നതല്ലാതെ ഇവിടെ പഠിക്കുന്നതിന് അവിടെ പഠിക്കുന്നത്. അല്ലാണ്ട് വിചാരിക്കരുത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട്. ഓക്കെ, ലാംഗ്വേജ് എക്സ്ചേഞ്ച്, അതേമാതിരി കൾച്ചറൽ എക്സ്ചേഞ്ച് ആൻഡ് അതൊക്കെ ശരിയാണ്, കാശും കുറേ ചിലവാക്കുക, അതൊക്കെ ശരിയാണ്. പക്ഷെ നോളജ് അല്ലേ. എന്താ ഇന്ത്യ കമ്മിയാണോ? ഇന്ത്യ ലോകത്തിലെല്ലാം എന്ത് ചെയ്യുന്നു അതെല്ലാം ഇന്ത്യ ചെയ്യുന്നില്ലേ? അപ്പൊ അതേ പ്രകാരം ഇപ്പൊ നമ്മുടെ IITs ഒക്കെ they are producing the best talent available in the country. ചുമ്മാ കിട്ടും IIT-യിൽ അഡ്മിഷൻ. വളരെ ഹൈലി ബ്രില്യൻ്റ് ആയിട്ട് ആളുകൾക്കല്ല IIT-യിൽ അത് കിട്ടുന്നത് അല്ലേ. IAS ആയിക്കോട്ടെ അങ്ങോട്ട് പാസ്സാവും അങ്ങോട്ട്. അപ്പൊ അതേമാതിരി ഇപ്പൊ IIT ആയിക്കോട്ടെ, IM, നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IM കേട്ടോ, അവിടെ സെമിസ്റ്റർ കഴിഞ്ഞതിന് മുമ്പ് വാരി കൊണ്ടുപോകണം ആളുകളെ. പ്ലേസ്മെന്റ് ഇത്ര ലക്ഷം നിങ്ങളുടെ ശമ്പളം എന്ന് പറഞ്ഞിട്ട്. എന്താ അർത്ഥം? സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ് ഇൻ IIMs and IITs, it has gone up considerably and world has recognized. മാത്രമല്ല ലോകത്തിലെ അനവധി ഇപ്പൊ NASA ഇതേമാതിരിയുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ ആളുകളാണ്. അപ്പൊ അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ കാനഡയിൽ പോയി പഠിച്ചാലോ ശ്രീലങ്കയിൽ പോയി പഠിച്ചാലോ പഠിക്കണ്ടോ എവിടെയും പഠിക്കും. മനസ്സിലായോ? പക്ഷെ പണ്ട് ഇത് അവൈലബിൾ ആയിരുന്നില്ല, അപ്പൊ നിവൃത്തിണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ VK കൃഷ്ണമേനോൻ, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ അംബേദ്കർ, മഹാത്മാഗാന്ധി, ഇവരൊക്കെ ലോ ആണ്. അവര് ഫോറിൽ പോയിട്ടാണ് പഠിച്ചത്. ഇവിടെ ഇല്ല, ലോ കോളേജ് ഇല്ല ഇവിടെ ബ്രിട്ടീഷുകാരുടെ ടൈമിൽ. മനസ്സിലായില്ലേ? അപ്പൊ അവര് അവിടെ പോയി പഠിക്കേണ്ടത് കാരണം ഇവിടെ ഇല്ല. ഇന്നിതല്ല, ഇവിടെ എല്ലാ വിധത്തിലുള്ള ഫെസിലിറ്റി ലോ കോളേജസ് എല്ലായിടത്തും ഉണ്ടല്ലോ. ഗവൺമെന്റ് ലോ കോളേജ് ഉണ്ട്, എല്ലാം ഉണ്ട്.
സ്പോർട്സ് എല്ലാം ഉണ്ടല്ലോ, എല്ലാ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. സോ വി ടു അവൈൽ ദാറ്റ്. അല്ല, പക്ഷെ ജനങ്ങൾക്കൊരു ഇത് ധാരണയുണ്ട്, കൂടുതൽ പോയി പഠിച്ചാൽ നല്ല. കണ്ടില്ലേ ഇപ്പൊ യുക്രൈനിലും അതേമാതിരിയുള്ള ആളുകളന്ന് ശ്വാസം മുട്ടുന്ന ചൈനയിൽ പോയി ഇപ്പൊ MBBS പോയി. അവിടെ ഇല്ല ഇവിടെ ഇല്ല ഉണ്ട്. ഇപ്പോ നോക്കിയോ, പിന്നെ കുട്ടികൾ ഇവിടെ നിൽക്കണു, ചിലർ പോയി. യുക്രൈനിലെ കുട്ടികൾ ഇവിടെ തന്നെ കിടക്കണു, അവർ പഠിച്ചതൊക്കെ പോയി. അവസാനത്തെ കൊല്ലം ബാക്കിയുള്ളത് ബാക്കി, അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇവിടെ റെക്കഗ്നൈസ് ചെയ്തില്ല. യുക്രൈൻ്റെ ഇത് ഇവിടെ റെക്കഗ്നൈസ് ചെയ്തില്ല നമ്മുടെ മെഡിക്കൽ കോളേജിലെ, നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേഷൻ. ചൈനയുടെ ഇവിടെ അപ്പൊ റെക്കഗ്നൈസ് ഇല്ലാണ്ട് എങ്ങനെ ഇവിടുത്തെ ആദ്യം പ്രോമിസ് ചെയ്ത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് എന്ത് വേണമെങ്കിലും പ്രോമിസ് ചെയ്യണം. അത് ആകാശത്തിന് താഴെയുള്ള എന്തും, അതായത് ഞങ്ങൾ ഇവിടെ നിങ്ങൾ ഇത് ചെയ്തോളാം അത് ചെയ്തോളാം. ഇപ്പൊ എന്താ പറഞ്ഞത്, ഒരാൾ എടുക്കാൻ പറ്റില്ല എന്ന്. അതായത് നമ്മുടെ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നത് അതിപ്പോൾ സാധ്യമല്ല എന്ന്. കാരണം ഇവിടുത്തെ പഠന രീതിയും അവിടുത്തെ പഠന രീതിയും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടെന്ന്. അത് അവരെ കുറ്റം പറയല്ല, അത് ശരിയാണ്. പല സർജിക്കൽ ഇതൊക്കെ പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പല വ്യത്യാസമാണ്. കറസ്പോണ്ടന്റ് കോഴ്സ് പഠിക്കുന്നതും പ്രാക്ടിക്കലും തമ്മിലും വ്യത്യാസമില്ലേ? അപ്പൊ അത് അങ്ങനെ പലതും ഉണ്ട്. അവിടെ കറസ്പോണ്ടന്റ് കോഴ്സ് എന്നല്ല പറഞ്ഞത്, അല്ലാണ്ട് അവിടെ പോയി പഠിച്ചു പറഞ്ഞാൽ യു ആർ നോട്ട് ഗോയിങ് ടു ബിക്കം എക്സ്ട്രാ ഓർഡിനറി. ഈ എക്സ്ട്രാ ഓർഡിനറി പറഞ്ഞാൽ അബ്ദുൽ കലാം അമേരിക്കയിൽ പോയിട്ട് കർണാടകയിലും ഒക്കെ പഠിച്ചിട്ടാണോ എക്സ്ട്രാ ഓർഡിനറി ചെയ്ത് ഡോക്ടർ അബ്ദുൽ കലാം? ഒരു കുഗ്രാമത്തിൽ നിന്ന്, തിരുനെൽവേലിയിൽ നിന്ന്, ഒരു ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വളർന്നു വന്ന ആളാണത് അദ്ദേഹം. വെളുത്തി ഫാദർ ഓഫ് മിസൈൽ പ്രോഗ്രാംസ് അല്ലേ? അങ്ങനെ എത്ര പേര് അങ്ങനെ ഇപ്പൊ എല്ലാം പുറപ്പെട്ട് പഠിച്ചിട്ടില്ല നമ്മുടെ ആളുകൾ, ഇത്ര വലിയ ആളുകളോ ഇതല്ല. അങ്ങനെ വിചാരിക്കരുത്. കാരണം ഒരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ യങ്ങർ ജനറേഷന്. പൂർണ്ണം പോയി പഠിച്ചാൽ എല്ലാം ആവുന്നു ഇല്ല. ഫസ്റ്റ് ഓഫ് ആൾ ഓക്കെ, ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊക്കെ ചില സമയത്ത് നമുക്ക് വ്യത്യാസങ്ങൾ വന്നേക്കാം. പിന്നെ അവിടെ പല വിധത്തിലുള്ള വേറെ ചില നല്ല ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ലൈബ്രറിയോ അല്ലെങ്കിൽ വേറെ ഇതൊക്കെ ഉണ്ടായിരിക്കാം, അതൊക്കെ വേറെ. പക്ഷേ യു ആർ സ്പെൻഡിങ് ഹ്യൂജ് എമൗണ്ട് ഫോർ ദാറ്റ്, അതുകൊണ്ട് മറക്കാതെ. പക്ഷെ വേറെ നിങ്ങൾക്ക് അറിയാമോ എനിക്കറിയില്ല, 30 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പെർ സ്റ്റുഡന്റിന് ചിലവാകുന്നുണ്ട് IIT-യിൽ. പക്ഷെ 10 പൈസയുടെ പ്രയോജനം അവർ ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നില്ല. അതാണ് എന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ IIT ബോംബെ, IIT മദ്രാസ് ഒക്കെ റിപ്യൂട്ടഡ് ഇതാണ്. IIT കാൺപൂർ അതൊക്കെ IIT-യിൽ. അപ്പൊ എന്താ പറ്റുന്ന വെച്ചാൽ ഇവരൊക്കെ ക്യാമ്പസ് ഇന്റർവ്യൂ കൊണ്ടുപോകണം അമേരിക്കയിലേക്ക്, മറ്റേ ഇവരൊക്കെ എത്ര കാശ് കൊടുത്തിട്ടും. പക്ഷെ യു നോ വാട്ട് ഇസ് ദ ട്രാജഡി ബിഹൈൻഡ് ദിസ്? നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് അവർക്ക് നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ പ്രൊഫസേഴ്സ്, അവരുടെ ശമ്പളം ഗവൺമെന്റിന്, അതേമാതിരി ഇവരുടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇതെല്ലാം ചെയ്തിട്ട് അവസാനം വരുന്ന ഒരാള് അമേരിക്കയിൽ നിന്ന് പ്ലെയിനും പിടിച്ചിട്ട് അല്ലെങ്കിൽ UK എന്നോ വേറെ എവിടെയെങ്കിലും രാജ്യത്ത് നിന്ന് ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. അതിനു മുമ്പേ നമ്മള് ഒരു ഇമെയിൽ അയക്കണു, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് അപ്പിയർ ഫോർ എ പേഴ്സണൽ ഹിയറിംഗ് ഇന്റർവ്യൂ ഓൺ സോ ആൻഡ് സോ ഡേറ്റ് അറ്റ് സോ ആൻഡ് സോ പ്ലേസ്, ഒരു ഹോട്ടലില്. അപ്പൊ ഈ കുട്ടികൾ അവിടെ പോകുന്നു, ഒരു ചോദ്യം ചോദിക്കുന്നില്ല. ആദ്യം തന്നെ ദിസ് ഈസ് അവർ ഓഫർ, ഡു യു ആക്സെപ്റ്റ് ഓർ നോട്ട്? ഇത്രയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോണത്. അല്ലാതെ നിങ്ങൾ അവരുടെ കഴിവിനെ പറ്റിയിട്ട് ഒന്നല്ല ചോദിക്കുന്നത്. കാരണം അവർക്ക് അറിയാം കഴിവുണ്ടെന്ന കാര്യം IIT-യിൽ. അപ്പോ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വലിയൊരു പ്രധാന ഘടകം എന്താണെന്ന് വെച്ചാൽ, അവർ ചോദിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ പാക്കേജ് അമേരിക്കയിൽ ഒരാൾക്ക് സ്വീകാര്യമാണോ അല്ലയോ, അല്ലെങ്കിൽ എത്ര. അപ്പൊ ഓക്കെ, സോ യു ക്യാൻ എക്സ്പെക്ട് കൺഫേംഡ് അപ്പാമ ലെറ്റർ വിത്തിൻ എ ഡേ ഓർ 2. അപ്പൊ അവരുടെ പാരന്റ് ഓർഗനൈസേഷനെ കോൺടാക്ട് ചെയ്തിട്ട് ലെറ്റർ ഇടും. അപ്പൊ എന്താ പറ്റുന്ന അറിയോ? Now I am going to tell the sentence which I am going to tell is, without incurring a single paisa expenditure, institutions they are getting the best brain available in the country, Bharat. 10 പൈസ ചെലവില്ലാതെ ആകെ അവർ പ്ലെയിൻ എടുത്തു വന്നു, അവർ ഹോട്ടലിൽ താമസിക്കുന്നു, ഇവരെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചിലവാക്കുന്നില്ല, ഇവരെ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല യാതൊന്നും, എല്ലാം വെൽ ട്രെയിൻഡ് ആണ് ഇവര്, മനസ്സിലായില്ലേ? അപ്പൊ ഒരു പൈസയും ചെലവില്ലാണ്ട് നമ്മുടെ ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകും. നമ്മുടെ അസറ്റ് ഒരാളെ ഏകദേശം 40 ലക്ഷത്തോളം 30 മീതിന്റെ ഒരു നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചിലവാക്കുന്നതാണ് ഒരു സ്റ്റുഡന്റിന്. കാരണം പ്രൊഫസേഴ്സിന്റെ ശമ്പളം അത് ഇതൊക്കെ ഇല്ലേ, UGC ഇതിലല്ലേ, ഓരോ പാറ്റേണിലല്ലേ കംപ്ലീറ്റ്, മനസ്സിലായില്ലേ? ഓരോരുത്തരുടെ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഓരോ IITs ഒക്കെ ഉണ്ടാകണ്ടേ? അപ്പോ അവർക്ക് 10 പൈസ അവർ നേരെ കൊണ്ടുപോയിട്ട് അവരോട് പറയും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ട്രെയിനിങ് കൊടുക്കണ്ട,
മാക്സിമം എന്താ ഓർഗനൈസേഷനെ പറ്റിയിട്ട് അവിടെ കാണിച്ചു, ഇതാണ് ഇങ്ങനെയാണ് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. ദാറ്റ്സ് ഓൾ. മറ്റുള്ള ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. കാരണം വെൽ ട്രെയിൻഡ് ആണ് നമ്മുടെ ആളുകൾ. അപ്പോ ദോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്പെൻഡിങ് ഹ്യൂജ് എമൗണ്ട്, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം പൊക്കോളൂ, നമ്മുടെ ഫ്യൂച്ചർ കാരിയർ ആണ്, അതാണ് ഇതാണ്, ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, അങ്ങനെ കിട്ടല്ല. പക്ഷേ ഒരു കാര്യം, ഇവിടെ എല്ലാവരും ഒരേമാതിരി അല്ല. See, everybody is not going. Somebody always, due to patriotic feeling, yes, government of India has spent money. I have to at least, contribute a little for the nation. എന്ന് ധരിക്കുന്നവർ എത്രയോ ഉണ്ട്. അതുകൊണ്ട് കേട്ടോ, അത് വേണമല്ലോ. അല്ലാണ്ട് ഇത്രയധികം കഷ്ടപ്പെട്ട് നമുക്ക് യാതൊരു ഇതുമില്ലാണ്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് IIM Ahmedabad, Calicut, here, Kozhikode, in Kerala. 100% പ്ലേസ്മെന്റ് ആണ് അവിടെ. പക്ഷേ പാസ്സായിട്ട് എന്താ ചെയ്യുക? ഒരൊറ്റ കുട്ടിക്ക് ഇവിടെ കിട്ടില്ല. കാരണം ഇൻഡസ്ട്രീസ് ഇല്ല. മനസ്സിലായോ കാര്യം? അതായത് അവരെ എടുക്കാനുള്ള ഇൻഡസ്ട്രീസ് വേണ്ട ഇവിടെ. ഒരു ഇൻഡസ്ട്രി പോലും ഇല്ല. അങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് മറ്റേ പബ്ലിക് സെക്ടറിന്റെ ഇടയ്ക്ക് അങ്ങനെ അത് അതിൻ്റെതായ പല സെറ്റ് ബാക്സും ഉണ്ട്. ചിലത് സിക്ക് യൂണിറ്റ് ആണ്, മറ്റേതാണ്. ഇത്തരത്തിൽ ആളുകളെ യങ്ങായിട്ട് പറ്റൂ, ആൾറെഡി എക്സസ് മാൻ പവർ, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോ ദർ ഈസ് നോ ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ഐദർ ഇൻ ദ സ്റ്റേറ്റ്. ഞാൻ ഇല്ല എന്നല്ല പറയുന്നത്, പൊതുവെ ഞാൻ പറയുന്നത് ടു മെയിൻറ്റെയിൻ സച്ച് പീപ്പിൾ, ടു കീപ് സച്ച് പേഴ്സൺ വിത്തിൻ ദ സ്റ്റേറ്റ്. അല്ലെങ്കിൽ അവർ പുറത്തു പോകണം, വേറെ എവിടെയെങ്കിലും പോകണം. ഇതൊക്കെയാണ്. അപ്പൊ നമ്മള് we have to keep in mind all this thing. And നമുക്ക് അനവധി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അവൈലബിൾ ടുഡേ ഇൻ മെഡിക്കൽ ഫീൽഡ്. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ഇന്ന് രാവിലത്തെ പത്രത്തിൽ നോക്കിക്കോളൂ. ഇന്നലെ അവർ പ്രൈം മിനിസ്റ്റർ മോഡിജി ഇനാഗ്രേറ്റഡ് അമൃത ഹോസ്പിറ്റൽ ഇൻ ഹരിയാന നിയർ ടു ഡൽഹി. ഏഷ്യത്തെ നമ്പർ 1 ആണ്. 6000 കോടി രൂപയുടെ പ്രൊജക്റ്റ് ആണത്. എത്ര 6,000 ബെഡോ, 1 കോടി ചതുരശ്ര അതിലൊക്കെയാണ് അവരുണ്ടാക്കിയിരുന്നത്. അത്ര വലിയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. 6,000 crores by private party, that is Amrita, inaugurated by the Prime Minister of India yesterday. 14 tower buildings, 10, 12, 13, 14 നില ഫ്ലോർ ആണത്. അപ്പൊ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ആളുകളും കമ്മിയൊന്നുമില്ലേ? ആൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എസ്കോട്ട്, അവിടെ ഹാർട്ട് സർജറിയിൽ ആദ്യം എസ്കോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പ്രൈവറ്റും എപ്പോഴും എന്താ കമ്മിയാണോ? ഇവിടെ ഉണ്ടെല്ലാം. നമ്മൾ ചുമ്മാ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ ഫോറിൽ പോകണം, അത് വേറെ കാര്യം. പക്ഷേ എവരിതിങ് ഇസ് അവൈലബിൾ ഇൻ ഇന്ത്യ. ഇവിടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ലോകത്തിലെ 3ാമത്തെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത് നമ്മുടെ കൊച്ചിയിലാണ്. മനസ്സിലായോ? അതേമാതിരി ഇപ്പൊ ക്യാൻസർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, വെരി വെരി എമിനന്റ് പേഴ്സണാലിറ്റീസ് ആർ അവൈലബിൾ. ബട്ട് യു ആർ യൂട്ടിലൈസിങ് ഓർ നോട്ട്, അത് വേറെ കാര്യം. മനസ്സിലായി? പക്ഷെ ഫെസിലിറ്റീസ് ആർ അവൈലബിൾ. അല്ലാതെ നിങ്ങൾ പുറത്തു പോയിട്ട് എത്രയോ പൈസ ചെലവാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതും ഇവിടെ തന്നെ അവൈലബിൾ ആയത് നമ്മളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കമ്പ്യൂട്ടറൈസേഷൻ ആണ്, എവറിത്തിങ് ആണ്. അപ്പൊ എവറിത്തിങ് അവൈലബിൾ in the website also of each hospital, everything. So ഈ ട്രെയിനിങ് ഇവർക്കൊക്കെ നല്ല നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. then അതായി പിന്നെ വെബ് ബേസ്ഡ് മൊബൈൽ ആപ്ലിക്കേഷൻ, ഡിജിറ്റൽ റേഡിയോ, ടെലിവിഷൻ, ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഇതിൽ വേറെ ഒരു ഇത് പറയാനുള്ളത് എന്താണ്? WAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ആനിമേഷൻ ഉണ്ട്, അതേമാതിരി ഇ ലേണിംഗ് ഉണ്ട്, അതേപ്രകാരം CD റോംസ് ഉണ്ട്. ഓക്കെ, അതേമാതിരി സിങ്ക്രോണസ് പറഞ്ഞ എന്താണ്? സമയബന്ധിതമായ. അസിങ്ക്രോണൈസ് പറഞ്ഞ സമയപരിധി ഇല്ലാത്ത. അതായത് ഓക്കെ, സിങ്ക്രോണൈസ് പറഞ്ഞ സമയബന്ധിതമായ, അതാണ്. അപ്പൊ അത്തരത്തിലുള്ള ചില കാര്യമുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ, ടീച്ചിങ് ബൈ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ടീച്ചേഴ്സ് ത്രൂ ട്രെയിനിങ് ഓൺ യൂസേജ് ഓഫ് IC. അപ്പൊ IT പഠിപ്പിക്കാനും അനവധി ഉണ്ടല്ലോ. പണ്ട് കമ്പ്യൂട്ടർ മെയിൻ്റെനൻസ് കോർപ്പറേഷൻ, ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട്. എല്ലാം ഉണ്ട്. ഇപ്പൊ എല്ലായിടത്തും അവൈലബിൾ ആണ്.
എല്ലായിടത്തും അവൈലബിൾ ആണ്, കോളേജിലും എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, സോ അതായി. പിന്നെ ഡൈനാമിക് സ്റ്റുഡൻറ് സെന്റേർഡ് ലേണിംഗ് എൻവയോൺമെന്റ്. പിന്നെ വേറെ കാര്യം, ഡൈനാമിക് സ്റ്റുഡൻറ് സെന്റേർഡ് ലേണിംഗ് എൻവയോൺമെന്റ് വേണം. മനസ്സിലായോ? കോളേജ് ആയാൽ പോരാ, കോളേജിന്റെ പ്രതീതി വേണം, അതിന്റെ എൻവയോൺമെന്റ് പ്രോപ്പർ ആയിരിക്കണം. മനസ്സിലായില്ലേ? നോക്കൂ, നമ്മുടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വളരെ ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് JNU. പക്ഷെ ശാന്തി സമാധാനം ചിലപ്പോൾ ഉണ്ടാവാറുന്നില്ല, അതാണ് വേറെ കാര്യം. പക്ഷെ അവിടുത്തെ പ്രൊഡ്യൂസ് ചെയ്ത ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ് അവിടുത്തെ നമ്മളൊക്കെ കിട്ടിയിരുന്നത്. നമ്മുടെ വളരെ നല്ല ബ്രില്യൻ്റ് ആയ നമ്മുടെ സ്റ്റുഡൻസ് ആണ് അവിടെ ഉള്ളത്. പക്ഷെ ചില സമയത്ത് ലേണിംഗ് എൻവയോൺമെന്റ് ചില സമയത്ത് പല 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 ഘടകങ്ങളുണ്ട്. ഓരോരോ കാരണങ്ങളെ ചില സമയത്ത് താളം തെറ്റുന്നു ചിലപ്പോൾ. പക്ഷേ ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ നമ്മളെ ആ എൻവയോൺമെന്റും ക്രിയേറ്റ് ചെയ്യണം. ഞാൻ അവിടുത്തെ കുറ്റമല്ല പറയുന്നത് കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരി. എൻവയോൺമെന്റ് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ശരിയാക്കും. ചിലയിടത്തുണ്ട് എന്നും പ്രശ്നങ്ങള്, എന്നും കാരണം ടീച്ചേഴ്സ് പറഞ്ഞത് സ്റ്റുഡന്റ് കേൾക്കില്ല, സ്റ്റുഡന്റ് പറഞ്ഞത് ടീച്ചേഴ്സ് കേൾക്കില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അവരുടെ പല പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഓരോരോ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ പഠിക്കാനുള്ള എൻവയോൺമെന്റ് ചില സമയത്ത് ഉണ്ടാവില്ലേ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ വി ഹാവ് ടു ക്രിയേറ്റ് ഡൈനാമിക് സ്റ്റുഡൻറ് സെന്റേർഡ് ലേണിംഗ് എൻവയോൺമെന്റ്. ഓക്കെ, പിന്നെ e-learning, online delivery of education. ഇനി e-learning is basically the delivery of learning via internet അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യണം? ഇന്റർനെറ്റ് മുഖാന്തരല്ലേ. അപ്പോ we can refer to this type of learning as online learning and web-based training അല്ലേ? A growing number of ഒരുപാട് യൂണിവേഴ്സിറ്റീസിന്റെ കോളേജസ് ഉണ്ട്. മനസ്സിലായില്ലേ? അനവധി കോളേജസ് നമ്മുടെ ഉണ്ട്. ഓക്കെ, 1000 യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ they are all offering select set of academic courses. ഇവരെല്ലാം പല കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് via internet ഇല്ലേ? Open source online learning system is growing fast in the education and business world. Open source, അതായത് ഓൺലൈൻ ലേണിംഗ്, എല്ലാ വിധത്തിൽ മെറ്റീരിയൽ മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, അത് ഇതൊക്കെ. ഇനി ഞാൻ ഇതാ വരുന്നു IGNOU, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ന്യൂഡൽഹി has digitalized electronic repository, പറഞ്ഞ ഡെപ്പോസിറ്റ്, അതായത് നമ്മുടെ ഖജാന, ഓക്കെ, of the self-learning material of the university known as e-Gyan Ghosh, electronic Gyan Ghosh. It can be freely accessed by anyone in the country by self-registering into the system. പിന്നെ ഈ നിങ്ങളെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ അറിയണം IGNOU എന്താണ്. ദി ലാർജസ്റ്റ് ഓൺലൈൻ നമ്മുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ്. അനവധി ലക്ഷം സ്റ്റുഡൻ്റ് ആണ്, അനവധി മോഡ്യൂൾസ് ആണ്. ഇന്ത്യ ആൻഡ് അബ്രോഡ് ഇവരുടെ സ്റ്റഡി സെന്റേഴ്സും എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ കംപ്ലീറ്റ് എന്താ പറയണ്ട, ആൾ ഇന്ത്യ റെക്കഗ്നിഷനും ഉള്ള ഒരു ഗ്രേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ യെസ്, ദി വൺ അഡ്വാൻറ്റേജ്, ദി കോഴ്സ് വെയർ prepared by IGNOU is very super. കാരണം ഈ നമ്മൾ ഓരോരോ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഒക്കെ അവര് കംപ്ലീറ്റ് അപ്ഡേറ്റഡ് വെർഷൻസ് ആണ്, കംപ്ലീറ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ട്രഡീഷണൽ കോളേജിൽ അവിടുത്തെ കരിക്കുലം മറ്റേതൊക്കെ 12 കൊല്ലം 10 കൊല്ലം പഴക്കമാണ്. കാരണം വെച്ചാൽ അവർക്ക് ബുക്ക് പ്രിന്റ് ചെയ്യാൻ ചിലപ്പോൾ കാശുണ്ടാവില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലേ. IGNOU അതല്ല. നിങ്ങളുടെ കോഴ്സ് മെറ്റീരിയൽസ് വളരെ 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 നല്ല മെറ്റീരിയൽ, പക്ഷേ നിങ്ങളത് ഉപയോഗിക്കണം, വായിക്കണം. മനസ്സിലായില്ലേ? കോഴ്സ് മെറ്റീരിയൽ നന്നായിട്ട് എന്താ കാര്യം? വായിക്കണം. കാരണം നമ്മുടെ വളരെയധികം ഡിമാൻഡ് ഉണ്ട് നമ്മുടെ IGNOUവിൻ്റെ റീഡിങ് മെറ്റീരിയൽസ്. മറ്റുള്ള കോളേജിലെ കുട്ടികൾ പോലും നമ്മുടെ IGNOUവിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. വളരെ നല്ല, അതായത് റിട്ടൺ ബൈ എമിനന്റ് പേഴ്സണാലിറ്റീസ്. അപ്പം അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് വിച്ച് യു ആർ ഗോയിങ് ടു ഗെറ്റ്, നിങ്ങൾക്ക് കിട്ടുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ഈ ക്ലാസ്സിൽ മാത്രം പോയാൽ ക്ലാസ്സൊക്കെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് പിന്നെ അതല്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റീഡ് ഇൻക്രീസ് യുവർ നോളേജ്. അത് പരീക്ഷയുടെ തലേദിവസം ആവരുതേ. എല്ലാവരും ചിലപ്പോൾ ജോലി ചെയ്യുന്നുണ്ടാവും, അതൊക്കെ വാസ്തവം തന്നെ. ഞങ്ങളൊക്കെ ജോലി ചെയ്യുമ്പോഴത്തെ പഠിച്ചു തന്നെയാണ് എല്ലാവരും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സമയം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കില്ല, നിങ്ങൾ സമയത്തിന് വേണ്ടി കാത്തിരിക്കൂ. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ. സമയവും കടലിലെ തിരമാലയും ആർക്കും വേണ്ടി കാത്തിരിക്കില്ല.
അപ്പോ അത് കടലിൽ തിരമാല വന്നുകൊണ്ടേയിരിക്കും അല്ലേ? സമയത്തിന്റെ പ്രത്യേകത എന്താണ്? എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് ആണ് വേണ്ടത്. അല്ലാതെ നാളെ ഒരു പേപ്പർ ഇപ്പൊ കൊടുക്കുക, 6 മാസം കഴിഞ്ഞ് മറ്റേ പേപ്പർ, അത് കഴിഞ്ഞ് അതല്ല. പഠിക്കുമ്പോൾ പഠിക്കുക, ഫോക്കസ് ചെയ്യുക, കംപ്ലീറ്റ്. ഞാൻ എത്രയോ ആളുകൾ കണ്ടിട്ടുണ്ട്. ഓരോരോ പേപ്പർ ഇപ്പൊ ഞാൻ കൊടുക്കും, ഡിസംബറിൽ കൊടുക്കും, ജനുവരി, അങ്ങനെയല്ലേ വേണ്ടേ? കംപ്ലീറ്റ് നിങ്ങൾ കൊടുക്കൂ. എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്. ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണ് എത്രയോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രീസ് എടുത്തത്. ഈ എക്സ്ക്യൂസ് നമ്മൾ ഒരിക്കലും കാണിക്കരുത് ജീവിതത്തിൽ. നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യണല്ലോ. കാരണം നിങ്ങള് ഇന്ന് പാസ്സായി എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി അപ്ലൈ ചെയ്യാം. അല്ല, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് പാസ്സാവുന്ന ഇപ്പൊ മാസ്റ്റർ ഡിഗ്രിയോ അല്ലെങ്കിൽ ബാച്ചലർ ഡിഗ്രിയോ നിങ്ങൾ 6 മാസം കഴിഞ്ഞിട്ടോ 1.5 കൊല്ലം കഴിഞ്ഞിട്ടോ വിചാരിക്കുക. അപ്പൊ നിങ്ങൾ 1.5 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതുവരെ ഈ ഓപ്പർച്യൂണിറ്റി കാത്തിരിക്കുവോ? വേക്കൻസി എന്തെങ്കിലും കാത്തിരിക്കുവോ? അപ്പൊ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി യു ടു വെയിറ്റ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി വോണ്ട് വെയിറ്റ് ഫോർ യു. സമയം എന്ന് പറയുന്നത് 24 മണിക്കൂർ എല്ലാവർക്കും ഈക്വൽ ആണ്. എനിക്ക് സമയമില്ല, സമയം കിട്ടുന്നില്ല എന്ന് പറയരുത്. സമയം സുലഭമാണ്. മുകേഷ് അംബാനിക്കും ഇവൻ നമ്മുടെ പ്രൈം മിനിസ്റ്റർക്കും നിങ്ങൾക്കും 24 മണിക്കൂറാണ് ഉള്ളൂ ഒരു ദിവസം. അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അത് നിങ്ങളുടെ കഴിവാണ്. മനസ്സിലായില്ലേ? ഒരാൾക്ക് ഒരു അഡീഷണൽ 1 സെക്കൻഡ് അധികം കൊടുക്കുന്നില്ലല്ലോ. മനസ്സിലായ? ടിക് 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 എന്ന് പറയുമ്പോ ടൈം ഈസ് ആൾവേസ് റണ്ണിങ് പാസ്റ്റ്, നോട്ട് ഫോർവേഡ്. ഇതെന്താ അങ്ങനെ പറയുന്നത് അല്ലേ? 10 കഴിഞ്ഞ 11 അല്ലേ, 11 കഴിഞ്ഞ 12 അല്ല. ഇതിന്റെ സംഭവം എന്താ അറിയോ? 1 മിനിറ്റ് ഇപ്പൊ ഇതിൽ കാണിക്കുന്നുണ്ട് 4:16, 49 സെക്കൻഡ്. ഈ 49:50 ഈ ജീവിതത്തിലെ എന്നെങ്കിലും 4:16, 40 കിട്ടുമോ? കേൾക്കോളൂ. 4:17, 3 സെക്കൻഡാണ് ഇപ്പോ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ 10 എന്നുള്ളത് 11 ആവുമ്പോ 10 എന്നെങ്കിലും കിട്ടും. ഇനി അത് പോയില്ലേ? So what a time you lost, it is lost forever. So it is your duty to utilize the time effectively. So even Indira Gandhi University, the course material, everything, read properly and increase your. പക്ഷേ അതിൽ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറിൽ അടിച്ച് എല്ലാം ഡൗൺലോഡ് ചെയ്യാം, എല്ലാം ചെയ്യാം. പിന്നെ ICT-യിലെ പിയർ ടു പിയർ, അതായത് ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഒരുമിച്ച് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. ഓരോരോ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോരോ ഗ്രൂപ്പിലും മറ്റേതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റുള്ളവർക്ക് അറിയാവുന്ന മറ്റുള്ളവർക്ക് അതെല്ലാം വളരെ പ്രയോജനം ചെയ്യും. ഓക്കെ, ഈ ലേണിംഗ് സിസ്റ്റം, ലേണിംഗ് എൻവയോൺമെന്റ് ഞാൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ലേണിംഗ് എൻവയോൺമെന്റ്, വെർച്വൽ learning environment make possible for a course designer to present the student through a single and consistent interface all the components of a course such as syllabus. മോഡേൺ ആയിരിക്കണം. ജാമ്പുവിന്റെ കാലത്ത് സിലബസ് ഉണ്ടെങ്കിൽ എന്ത് പ്രയോജനമാണ് ഇപ്പൊ ഒന്നും ആലോചിച്ചോളൂ. പണ്ടത്തെ ഒരു 15 കൊല്ലം മുമ്പേത്തെ ഇന്ന് ICT ആണ്. വല്ല ആ കോമേഴ്സ് ആയിക്കോട്ടെ, ഇപ്പൊ കോമേഴ്സ് ആണ്. ആ ബുക്ക് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഓർക്കണം, നോക്കൂ, പണ്ട് കമ്പനീസ് ആക്ട്, ഇൻകം ടാക്സ് ഇതാ അത്ര പോകുന്ന ഓരോ ബുക്കുകളൊക്കെയാണ്. ഇന്ന് ചെറിയ ഒരു ഇതാണ്. കാരണം എല്ലാം ഇത് ഇപ്പൊ എന്റെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ലോ എന്ന് പറയുന്നത് 2500 രൂപ ബുക്കാണ്, ഒറ്റ ബുക്ക്. അത് ഇപ്പൊ പോക്കറ്റിലിട ചെറിയ ഒരു ബാർ ആക്ട് ആയിട്ട് പരിണമിച്ചിരുന്നു. ഇപ്പൊ മനസ്സിലായോ ഇങ്ങനെ പോണ സംഗതി? അപ്പൊ ഓൾഡ് ബുക്ക് അവിടെ തന്നെ കിടക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാ മോഡേൺ കോഴ്സ് വെയർ, സിലബസ് ചിലപ്പോൾ മാറണം. അതായത് ഇപ്പൊ ചിലത് എംപ്ലോയ്മെന്റ് ഓറിയന്റഡ് കോഴ്സസ് ഉണ്ട് ചിലത്. അപ്പൊ അതനുസരിച്ച് മാറിയേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ആർക്കിടെക്ട്, സിവിൽ ഇതുണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക്, കമ്പ്യൂട്ടർ, അങ്ങനെയൊക്കെ വന്നു. അപ്പൊ സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കണം, സിലബസ് മാറണം. സോ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ, എല്ലാവർക്കും ഇതിന്റെ ഇൻഫർമേഷൻ കിട്ടണം. സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ഇഗ്നോറൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇതിനെപ്പറ്റി പറയണ്ട. ട്രാക്കിംഗ് ഫെസിലിറ്റീസ്, അതായത് ഓരോ ഇൻഫർമേഷൻ എങ്ങനെ കളക്ട് ചെയ്യുക, അതിനുള്ള ഫെസിലിറ്റീസ് അറിയോ? വെബ്സൈറ്റ് നോക്കുക, നെസസറി വെബ്സൈറ്റ് നോക്കിയാൽ എല്ലാം നിങ്ങൾക്ക് അറിയാലോ, കിട്ടല്ലോ. ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ, എപ്പോഴാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് എക്സാമിനേഷൻ, എന്നാ റിസൾട്ട്, വളരെ 1 മാസത്തിനുള്ള റിസൾട്ട് ഡിക്ലെയർ ചെയ്യും ഇഗ്നോ.
വളരെ വളരെ ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോ ബേസിക് ടീച്ചിങ് മെറ്റീരിയൽ ദീസ് മേ ബി ദ കംപ്ലീറ്റ്. ഓക്കെ, അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അഡീഷണൽ റിസോഴ്സസ് ഇൻക്ലൂഡിങ് റീഡിംഗ് മെറ്റീരിയൽ. ഓക്കെ, അതങ്ങനെ. പിന്നെ ലിങ്ക് ഉണ്ടാവും ചിലതില്. നിങ്ങൾക്ക് ഇപ്പൊ കോഴ്സ് മെറ്റീരിയൽ അതിൽ ലിങ്ക് ഉണ്ടാവും. അപ്പൊ ആ ലിങ്കിൽ പോയിട്ട് മറ്റേത് കിട്ടും നിങ്ങൾക്ക്. ചിലതുണ്ടല്ലോ, ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഈ കൊല്ലത്തെ കഴിഞ്ഞ കൊല്ലത്തെ വെച്ചാൽ അതിന്റെ ലിങ്ക് വേറെ ഉണ്ടാവും. അങ്ങനെ ആ ലിങ്കിൽ പോയിട്ട് കുറെ കിട്ടും. അപ്പൊ ആ ലിങ്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇന്നത്തെ എല്ലാവരും യു ആർ ഓൾ വെൽ കൺവേഴ്സന്റ് വിത്ത് ദിസ് ടൈപ്പ് ഓഫ് തിങ് ഈവൻ ദോ ഐ എം ജസ്റ്റ് ടെല്ലിങ് യു. പിന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. ഓപ്പൺ യൂണിവേഴ്സിറ്റി കുറെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ സെൻട്രൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏകദേശം 46 ഉള്ളൂ ഇന്ത്യയിൽ. 46 അല്ലെങ്കിൽ 50 പിടിച്ചോളൂ. 46 ഉണ്ടായിരുന്നു കേട്ടോ സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഇപ്പൊ ഇഗ്നു സെൻട്രൽ ആണ്. ഇതിലൊക്കെ എല്ലാതിന്റെയും മീതെ ഇഗ്നു നിൽക്കുന്ന കേട്ടോ. അതും കൂടി ഓർക്കണേ. മറ്റേത് നമ്മുടെ സ്റ്റേറ്റിന്റെ ഇത് ഓരോരോ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട് സ്റ്റേറ്റിൽ. ഇപ്പൊ ഇൻ കേരള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തമിഴ്നാട്ടിലുണ്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റി. 1 2 ഉണ്ട് അവിടെ. ഒന്ന് കർണാടകയിലുണ്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റി. പക്ഷെ ആ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മുടെ ഇന്ദിരാഗാന്ധി കൂടി താരതമ്യപ്പെടുത്തരുത് കേട്ടോ. ഇതിന്റെ സ്റ്റാൻഡേർഡ് എത്രയോ അവരുടെ സ്റ്റാൻഡേർഡ് ഇല്ല എന്നല്ലേ പറയുന്നത്. കാരണം ഇതിന്റെ കോഴ്സ് വെയർ മോഡ്യൂൾസ് വളരെ വളരെ ഹൈലി പ്രൊഫഷണൽസ് ആണ്. സോ മറ്റുള്ളവരെ മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. സോ എക്കണോമൈസ് ഓൺ ദ അതിന് പല കാരണങ്ങളുണ്ട്. ഇതിന് സെൻട്രൽ ഗവൺമെന്റ് എയ്ഡ്, അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷന്റെ കീഴിൽ വരുന്നതാണ്. അതൊക്കെ ചെറിയ ഡിപ്പാർട്ട്മെന്റ് അലോക്കേഷൻ, എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ് അലോക്കേഷൻ വേണ്ടേ? അവർക്ക് സാലറി അത് കൊടുക്കാൻ പോലും ചില ശമ്പളം ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല. അപ്പൊ അതേമാതിരി കരിക്കുലം ഡെവലപ്മെന്റ്, ടെക്സ്റ്റ് ബുക്ക് പ്രിന്റ്, ഇതൊക്കെ ആവശ്യമുണ്ട്. സോ പ്രൊവൈഡ് സർവീസ് ഫോർ സ്റ്റുഡന്റ് സർവീസ് ദാറ്റ് ക്വാളിറ്റി കൺട്രോൾ റിക്വയർമെന്റ് ഫെസിലിറ്റേറ്റ് ഇന്റിഗ്രേഷൻ ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് പിന്നെ ഡിസ്റ്റൻസിലുള്ള ഇതും കമ്പ്യൂട്ടർ ബേസ്ഡ് ക്യാമ്പസ് ബേസ്ഡ് ലേണിംഗ് ഉണ്ട്. ഒന്ന് ഡിസ്റ്റൻസിൽ പഠിക്കുന്നതുണ്ട്, ചിലത് ക്യാമ്പസിൽ പഠിക്കുന്നത്. അതുകൊണ്ടല്ലോ ക്യാമ്പസ് ഇപ്പൊ യൂണിവേഴ്സിറ്റി കോളേജ് അതേമാതിരി പലതൊക്കെ ഉണ്ട്. ക്യാമ്പസിൽ പഠിക്കുന്നതുണ്ട്, അതിന്റെ പ്രത്യേകത വേറെയാണ് കേട്ടോ ക്യാമ്പസിൽ. ഓക്കെ, പിന്നെ ഈ വിദ്യാപീഠ് ഉണ്ട്. ഇൻ ഇന്ത്യ വി ഹാവ് കൺസീവ്ഡ് ഇ ലേണിംഗ് സിസ്റ്റം, ഇ വിദ്യാപീഠ് ഇലക്ട്രോണിക്. ഇറ്റ് ഈസ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് ഇ ലേണിംഗ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊഡക്റ്റ്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദിസ് സിസ്റ്റം മോണിറ്ററിംഗ് student performance will become easier. The system about e-Vidyapith are the learning management system and e-learning infrastructure product. With the help of this system, monitor student performance, progress. Join him എങ്ങനെ ഇപ്പൊ എങ്ങനെ എന്നുള്ള പെർഫോമൻസ് റിവ്യൂ ചെയ്യുന്നത്. പിന്നെ അപ്പൊ അതിൽ സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ഉണ്ട്, സ്റ്റുഡന്റ് എൻറോൾമെന്റ് ഉണ്ട്, കോഴ്സ് ഡെലിവറി ഉണ്ട്, ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ട്, പിന്നെ ഡിസ്കഷൻസ് ഉണ്ട്, ചാറ്റ് ഉണ്ട്, വൈറ്റ് ബോർഡ് ഉണ്ട്, അതായത് ക്ലാസ് റൂംസ്, ഇത് കലണ്ടർ ഉണ്ട്. ഓരോ സമയത്ത് എക്സാമിനേഷൻ എന്നാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റ് എന്നാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഉണ്ട്. അഡ്മിനിസ്ട്രേഷൻ, ഫാക്കൽറ്റി ഓപ്പറേഷൻ, ഓരോ ഫാക്കൽറ്റിയെ പറ്റിയിട്ടും അതിനെ പറ്റിയിട്ടും ഉണ്ട്. ഡിജിറ്റൽ ലൈബ്രറി. In library, the process digitalization began with the service in the following. First, ലൈബ്രറി പണ്ട് ഒരു റൂമില് കുറെ ബുക്കുകളും വെച്ചിട്ടൊക്കെ ആണല്ലോ. പക്ഷേ അതല്ല ഇന്നത്തെ സ്ഥിതി. ഇന്ന് എല്ലാം CD തന്നെ കിട്ടും എല്ലാം, അല്ലേ? ഇപ്പൊ നമ്മുടെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി അതുപോലും നമുക്ക് CD കിട്ടും, അല്ലേ? എത്രയോ വലിയ വലിയ ബുക്കുകൾ CD കിട്ടും. ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്, അത് പറയാം. സോ കാറ്റലോഗ്, ഫസ്റ്റ് കാറ്റലോഗ്, ഡിജിറ്റൽ ലൈബ്രറിയിലെ കാറ്റലോഗിങ് സർവീസ്. സെക്കൻഡ് പീരിയോഡിക്കൽ ഇൻഡെക്സ്. പിന്നെ ഇതിലൊക്കെ ഇൻഡെക്സ് ഉണ്ട്. ഇന്നത് ഇത് ഇപ്പൊ മാനേജ്മെന്റ് കീഴിലുള്ള ബുക്സ്, കോമേഴ്സിന്റെ കീഴിലുള്ള ബുക്ക്, ലോസിനുള്ള ബുക്ക്, ഇൻഡെക്സിംഗ് ഉണ്ട്. പിന്നെ പീരിയോഡിക്കൽ, പിന്നെ പുസ്തകം ഏത്, ജേർണൽസ് ഏത്, പിന്നെ അതൊക്കെയാണ്. പിന്നെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിലൊരു കാര്യം പറയാ. അഡ്വാൻറ്റേജ് കൂടുതൽ നോക്കട്ടെ ഞാൻ, ജസ്റ്റ് ഗിവ് മീ 1 minute. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ട് നോക്കട്ടെ. സിലബസ് ഓക്കെ, ലിങ്കിനെ പറ്റി ഞാൻ പറഞ്ഞു. ഓക്കെ, ഡ്രെഡഡ് ഡിസ്കഷൻ. എന്താ ഡ്രെഡഡ് ഡിസ്കഷൻ? ശ്രദ്ധിക്കുക. ഡ്രെഡഡ് ഡിസ്കഷൻ എന്ന് പറഞ്ഞ ത്രെഡഡ് ത്രെഡഡ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു പ്രൊഫസർക്ക് നിങ്ങളെ ഒരു ഓൺലൈനിൽ എന്തെങ്കിലും പോസ്റ്റിംഗ് കൊടുക്കും, അത് നമ്മൾ എഴുതി ചോദിക്കുകയാണ്, അദ്ദേഹം അതിന് ആൻസർ തരുന്നു.
സ്പെസിഫിക് ടോപ്പിക്കിനെ പറ്റിയിട്ട് എന്നോട് എത്രയോ ചോദിക്കാനുള്ള കുട്ടികൾ. അപ്പം ഞാനതിന് ആൻസർ കൊടുക്കുന്നു. പക്ഷെ അത് നമ്മളെ കൺസ്ട്രക്റ്റീവ് ചെയ്യും, നമ്മുടെ യൂട്ടിലൈസേഷൻ, നോളേജ് ഷെയറിങ്. അപ്പം നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, അവർ പറഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ഇഗ്നോറുണ്ട് അതേമാതിരി കേട്ടോ. അപ്പോൾ അത് പിന്നെ ക്വാളിറ്റി ഓൺലൈൻ എക്കണോമിക്സ്. പിന്നെ വേറൊരു കാര്യം, ഈ ലൈബ്രറി എന്തായിക്കോട്ടെ, ഇതെല്ലാം വളരെ എക്കണോമിക്കലി വയബിൾ ആണ്, പിന്നെ പൈസ കമ്മിയാണ്. പിന്നെ ഈ വിദ്യാപീഠിനെ പറ്റി പറഞ്ഞു. നോക്കൂ, ഈ നമ്മുടെ പണ്ട് ലൈബ്രറിയിലെ കണ്ടമാനം സ്പേസ് വേണം പുസ്തകങ്ങൾ വെക്കാൻ, ഇപ്പോൾ CD-യിലാണ്. ഓക്കെ. പിന്നെ പണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഷ്ടമാണ്. കാരണം ഈ പുസ്തകങ്ങളെല്ലാം സെപ്പറേറ്റ് ഓരോ ഫോൾഡറിലും ഗോദ്രേജ് ഇതിലൊക്കെ വേണമല്ലോ, അൽമേറയിലും ചിലതൊക്കെ. അപ്പോൾ അതിൻ്റെ സ്പേസ് സ്റ്റോറേജ് കപ്പാസിറ്റി കൂടെ ഇപ്പം ഒരു ഇതിൽ വരും. പിന്നെ ഫിസിക്കൽ ബൗണ്ടറി ലിമിറ്റ് ഉണ്ട്, അത് വെക്കാനുള്ള സ്ഥലം വേണ്ടേ ചിലത് ലൈബ്രറി. അപ്പൊ അങ്ങനെ പല 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 പിന്നെ ഇതിന്റെ ടൈം പിന്നെ ലൈബ്രറിയിൽ നിങ്ങൾ പുസ്തകങ്ങൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയും. അതായത് ഈ ലോ എവിടെ ഇരിക്കണേ, മാനേജ്മെന്റ്, കാരണം ഇതിങ്ങനെ വലിയ ഹോളായിരിക്കും. ഈ ഡിജിറ്റൽ അത് അല്ല, അവർ അടിച്ച് കൊടുത്തിട്ട് കിട്ടും, ദാ വരുന്നു സീരിയൽ നമ്പർ തന്നെ സ്ഥലത്ത്. ഏത് ബുക്കാണ് വേണ്ടത്, അതിൽ കോഡോ എന്തെങ്കിലും ഉണ്ടാവും, അത് പെട്ടെന്ന് കിട്ടുന്നു. ഓക്കെ. അങ്ങനെ ചില പിന്നെ വേറൊരു കാര്യം, ലൈബ്രറി എന്ന് പറയുന്നത് മറ്റുള്ള ലൈബ്രറി പറഞ്ഞ ഓഫീസ് അവേഴ്സിലോ മാത്രമല്ലേ പറ്റൂ. എപ്പോഴാ ടൈം വെച്ചാൽ 10 മണി മുതൽ 4 മണി വരെ, 5 മണി വരെ. പക്ഷെ ഡിജിറ്റൽ ലൈബ്രറി പറഞ്ഞാൽ 24x7 അവൈലബിൾ ആണ് ഡിജിറ്റൽ ലൈബ്രറി. ഓക്കെ. പിന്നെ ഓക്കെ, അതായത് ഡിഫിക്കൽട്ട്. പിന്നെ ബുക്കുകൾ പ്രിസർവ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. കുറെ കൊല്ലം കഴിഞ്ഞാൽ പൊടി, അതേമാതിരി ഒക്കെ പൊടി തട്ടിയിട്ടൊക്കെ വൃത്തിയാക്കണ്ടാവുന്നത്. പക്ഷേ ഇതോ ഡിജിറ്റലോ ഒരു പ്രശ്നമില്ല, അത് നിങ്ങൾ കോപ്പി സൂക്ഷിക്കുക, അതിനേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇത്. പിന്നെ വേറെ ഏതാ അഡ്വാൻറ്റേജസും അപ്പൊ ഇത്. പിന്നെ വേറെ അഡ്വാൻറ്റേജ് ഒന്ന് പറയട്ടെ. അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് നോക്കൂ. ലൈബ്രറി പോയി പഠിക്കുന്നതും വായിക്കുന്നതും നിങ്ങൾ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് വായിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ലൈബ്രറി എന്ന് വെച്ചാൽ അത് ബുക്കിന്റെ അവിടെ പോയിട്ടില്ല, അതന്നെ ഒരു പ്ലഷറാണ്. ലൈബ്രറി പോയിട്ട് ഫ്രീ മൈൻഡ്, ഏത് ബുക്ക് വാങ്ങിച്ചാലും നിങ്ങൾക്ക് എടുക്കാം. അത് നല്ല, നിങ്ങൾക്കത് നന്നായിട്ടിരുന്ന് അവിടെ തന്നെ വായിച്ച് ബ്രെയിൻ കംപ്ലീറ്റ് ഇതായിട്ട് വളരെ നമുക്ക് ഉള്ളിലേക്ക് വായിച്ചിട്ട് വരും, വളരെ സുന്ദരമായിട്ട് നമുക്ക്. പക്ഷേ ഇവിടെ ഡിജിറ്റലിൽ വരാൻ നിങ്ങൾ കമ്പ്യൂട്ടറിൽ തന്നെ നോക്കിയിരിക്കണം, ചിലപ്പോൾ ഇടതെറ്റി പോകും, കണ്ണിന് ഇത് വരും. ഒരു മിനിറ്റ്, നിങ്ങൾ ഒരു ബുക്ക് ശശി തരൂറിന്റെ ഒരു ബുക്കാണ് വിചാരിക്കുക, അല്ലെങ്കിൽ ഡോക്ടർ അബ്ദുൽ കലാമിന്റെ സിമ്പിൾ ലാംഗ്വേജ് ആണ്. ഒരു മിനിറ്റ്, വളരെ ഈസി ടു റീഡ് അബ്ദുൽ കലാം, കാരണം ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ ഡോക്ടർ ശശി തരൂരിനെ മാതിരിയുള്ള ആളുകളോ ചേതൻ ഭഗത് അതേമാതിരിയുള്ള ആളുകളുടെ ബുക്ക് നിങ്ങളത് വായിക്കണ കമ്പ്യൂട്ടർ നോക്കണം, എത്ര കണ്ണ് എത്ര നേരം നിങ്ങൾക്ക് അത് ഫോക്കസ് ചെയ്യേണ്ടി വരും കമ്പ്യൂട്ടറിൽ. അത് ബുദ്ധിമുട്ടല്ലേ ചില സമയത്ത്. അപ്പോൾ ലൈബ്രറി പോയി പഠിക്കുന്നത് ഇതും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ പിന്നെ പല അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അത് നിങ്ങളുടെ ബുക്കിലുണ്ട്, അത് വായിക്കുക കേട്ടോ. പിന്നെ ദി കൺക്ലൂഷൻ, ഇറ്റ് ഹസ് ബീൻ often mentioned in the ഡിജിറ്റലായിട്ട് പോർട്ട്ഫോളിയോ പറഞ്ഞ വിഭാഗം. ഓക്കെ. പിന്നെ it has been often mentioned in the context of education that e-learning misses the human interaction part owing to virtual teaching and virtual classroom and some critics. There are others who point out e-learning software ഡെവലപ്പ് ഉണ്ടല്ലോ, e-learning ഓരോരോ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് അങ്ങനെയാണല്ലോ അത് പഠിക്കുന്നത്. കോഴ്സ് മെറ്റീരിയൽസും ഒക്കെ. ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റിക്വയർ എ മച്ച് വൈഡർ റേഞ്ച് ഓഫ് എഡ്യൂക്കേഷൻ സർവീസസ്. ക്വാളിറ്റി, ഏറ്റവും നല്ല ക്വാളിറ്റി ആയിരിക്കണം. ഫീഡ്ബാക്കും വേണം. ഇപ്പൊ നമ്മൾ ഓരോരോ ഇത് നമ്മളെ സ്പീച്ച് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ ഫീഡ്ബാക്ക് അത് ഫുള്ള് അടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കാരണം ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ മാനേജ്മെന്റ് സൈഡിൽ എന്നോട് പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ഇടാൻ പറഞ്ഞു MBA. അതായത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് തന്നു എനിക്ക്. അവർ കുട്ടികൾ പഠിക്കുന്ന ബുക്കാണ്, ഒരു യൂണിവേഴ്സിറ്റിയുടെ കുട്ടികൾ പഠിക്കുന്ന ബുക്കാണ്. അതെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി എന്നോട് റിക്വസ്റ്റ് ചെയ്തു. ഞാൻ ആ ബുക്ക് വായിച്ചു, ആദ്യമായിട്ട് വായിക്കുകയാണ് ആ ബുക്ക്.
ഓർക്കണേ, ഐ am already ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത ആളാണ് ഞാൻ. മനസ്സിലായോ? പക്ഷെ ആ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല. ഏതോ ഒരു, അത് ഞാൻ പറയാം, രസകരമായ സംഭവം. ആ ബുക്ക് ഞാൻ അനവധി ബുക്കുകൾ ഞാൻ വായിച്ചു, പക്ഷെ ആ ബുക്ക് ഞാൻ വായിച്ചില്ല. മാത്രമല്ല, ഐ ഹാഡ് ഡെവലപ്ഡ് ബുക്സ് ഓൺ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, 3 books which is published by യൂണിവേഴ്സിറ്റി. ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിച്ചതാണ് ഞാൻ പബ്ലിഷ് ചെയ്തത്. പക്ഷെ ഇത് എന്താ പറ്റിയെന്ന് വെച്ചാൽ, അവർ പഠിക്കുന്ന ബുക്കല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റൂ. അത് വേറൊരു ബുക്കാണ് ഉണ്ടായിരുന്നത്. അത് അപ്പം ഞാൻ ഈ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ബുക്ക്. അപ്പൊ ക്വസ്റ്റ്യൻ ഇടാൻ വേണ്ടി നോക്കുമ്പോൾ, ബുക്ക് നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ക്വസ്റ്റ്യൻ ഇടാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ചെന്നിട്ട് ഡയറക്ടറോട് പറഞ്ഞു, ഇതാണ് സാറേ, ക്വസ്റ്റ്യൻ ഫോർമുലേറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല ഇതില്. കാരണം കട്ട് ആൻഡ് പീസ് ആണ്, ഇത് പേസ്റ്റ് ആണ് കംപ്ലീറ്റ്, ഒന്നും കോറിലേഷൻ ഇല്ല. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് സാറേ. ഇതെങ്ങനെ ക്വസ്റ്റ്യൻസ് ഇടാം, പക്ഷെ ഈ ബുക്കിന്റെ ക്വസ്റ്റ്യൻ ഇടണ്ടേ? നോക്കുമ്പോ അദ്ദേഹം ഒരു ഇത് പറഞ്ഞു, സാറിന് എവിടെയെല്ലാം ബുദ്ധിമുട്ട് എന്നോട് വെച്ചു, ഇത് മിസ്റ്റേക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഒരു പെൻസിലുണ്ടൊന്ന് മാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പറയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മാർക്ക് ചെയ്തപ്പോ ആൾമോസ്റ്റ് 75% ബുക്കിന്റെ പെൻസിൽ മാർക്കാണ്. അതായത് പറ്റാത്ത അതിന് യോജിക്കാത്ത ഇതാണ് അതിൽ കാണുന്നത്. അപ്പൊ അവസാനം എന്നോട്, എനിക്ക് എന്നെ തലവേദന അത്. പക്ഷെ ഇനി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടാക്കി, അത് പോട്ടെ. പക്ഷെ അത് എനിക്ക് പറയായിട്ട് വന്നു. അതായത് ദെൻ യു ഡെവലപ്പ് യുവേഴ്സെൽഫ് ഓൺ ബുക്ക് എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? അങ്ങനെയാണ്. ദാറ്റ് വാസ് എ റീസൺ ഫോർ ഡെവലപ്പിംഗ് ദ ബുക്ക്. ആൻഡ് അങ്ങനെയാണ് ബുക്ക് ഞാൻ ഡെവലപ്പ് ചെയ്തത്. മനസ്സിലായി? അപ്പൊ ഇങ്ങനെയുള്ള ചില സമയത്ത് നമുക്ക് ബുക്ക് നല്ല ലേറ്റസ്റ്റ് ബുക്ക്, നല്ല ബുക്കുകളാണ് നമ്മൾ വായിക്കേണ്ടത് എപ്പോഴും, കേട്ടോ. അപ്പൊ അതൊന്ന്. അപ്പൊ so ICT has e-learning has thus rendered convenience. അത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കൺവീനിയൻസ് ആണ് ലേണിംഗ്. 1000 ഇപ്പൊ കോവിഡ് സീസണിൽ എത്രയോ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓൺലൈൻ ക്ലാസ് എത്രയോ കണ്ടക്ട് ചെയ്തു, ഞാനും കുറെ കണ്ടക്ട് ചെയ്തു. അപ്പൊ നിങ്ങളുടെ കൺവീനിയൻസിനാണ്, നിങ്ങൾ വീട്ടിലിരിക്കണോ, ഞാൻ വീട്ടിലിരിക്കണോ, വേറെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോ ഇതൊക്കെയാണ് ഗുണങ്ങള്. ഇന്ന് പ്രത്യേകിച്ച് ICT നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ബാങ്കിങ്, ഇതിൻ്റെയൊക്കെ എത്ര പണ്ടൊക്കെ ബാങ്കിൽ 10-30 ആളുകളുണ്ട്, ഇന്ന് 2-3 പേരുള്ളൂ ബാങ്കില്. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ്, എവറിത്തിങ്. ICT ഹാസ് ഡെവലപ്ഡ്. ലൈക്ക് ബാങ്ക് ചെക്ക് ക്ലിയറൻസ് പറഞ്ഞാൽ പെട്ടെന്നാണ് ക്ലിയർ ചെയ്യുന്നത്. അല്ലാണ്ട് അബദ്ധത്തിൽ നിങ്ങൾ പൈസ ഇല്ലാതെ ചെക്ക് കൊടുക്കരുത് ഒരാൾക്ക്, കാരണം ഇത് പെട്ടെന്ന് ക്ലിയർ ആവും. പണ്ടൊക്കെ നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചെക്ക് പ്രസന്റ് ചെയ്യുക. ഇന്നതല്ല, നിങ്ങൾ കൊടുത്ത കുട്ടാനാട്ടി ആ ഇതിലേക്ക് പോവും. ആ ചെക്ക് ഡിസോണർ ചെയ്താൽ ഇറ്റ് ഈസ് എ ക്രിമിനൽ ഒഫൻസ്. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാം അറിയാം. അതേമാതിരി എന്ത് മാൽപ്രാക്ടീസ് ചെയ്താലും പെട്ടെന്ന് അവർക്ക് പിടിക്കും, പെട്ടെന്ന് അവർക്ക് അത് പിടിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യം ഉണ്ട്. കാരണം ഈവൻ ഇത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഈവൻ ടേക്ക് ലാസ്റ്റ് വീക്ക് ഐ വാസ് ജസ്റ്റ് ഗോയിങ് ടു ഒരു ഇതെല്ലാം ഞാൻ ഒരു ഐറ്റം ആയിട്ട് ഒരു ഗോൾഡ് ഇതിന്റെ അവിടെ പോയ സമയത്ത് എനിക്ക് ഒരാള് തന്നതാണ്. ഞാൻ പറയാണ്, ഈ വളരെ നമ്മൾ കെയർഫുൾ ആവണമെന്ന്. എനിക്ക് ഒരാള് ഒരു റിങ്, പണ്ട് ഒരു റിങ് തന്നതാണ്. എനിക്ക് റിങ് തന്നതാണ് വെൻ ഐ വാസ് ഇൻ ചണ്ഡീഗഡ്. ആ റിങ് പണ്ട് ഒരു സന്ദർഭത്തിൽ എനിക്ക് തന്നതാണ്. അത് ഞാൻ എന്തിനാ ഇടാന്ന് എഴുതിയിട്ട് ഞാൻ വേഗം എന്താ ചെയ്ത്, അത് കൊണ്ടു കൊടുക്കുക, എന്ന് വേറെ എന്തെങ്കിലും മേടിക്കാന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടു കൊടുത്തു. ഞാൻ ഓർത്തില്ല, കൊണ്ടു കൊടുത്ത ഉടനെ അവര് സ്കാൻ ചെയ്തു, ദിസ് ഈസ് നോട്ട് ഗോൾഡ് എന്ന് പറഞ്ഞു. പോരെ, ഞാൻ വലിയ അത്ര കാലം കൊണ്ടു നടന്നതാണ് അത് സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ട്. ഒരാൾ തന്നതാണ് എനിക്കൊരു ഗിഫ്റ്റ്. ഞാൻ അത്ര നോക്കൂ, ഇപ്പോഴത്തെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഓഫ്കോഴ്സ് ഞാൻ അവരൊക്കെ നന്നായിട്ട് അറിയുന്നവരാണ്. ഞാൻ എൻ്റെ പോക്കറ്റിൽ ഞാൻ എന്താ വിചാരിച്ചാൽ വേറെ എന്തെങ്കിലും മേടിക്കുക എന്നുള്ള ഇതില് ഞാൻ അവിടെ കൊടുത്തപ്പോൾ കണ്ട ഉടനെ അവര് എന്താ ചെയ്ത്, യെസ് ദിസ് ഈസ് നോട്ട് ഗോൾഡ് പറഞ്ഞു. എന്താ ചെയ്തറിയോ, അങ്ങനെ ഒരു മോളിലേക്ക് ഇട്ടു, അങ്ങനെ ഇട്ടു കീപ്പെട്ട്. ഒരു പ്രാവശ്യം കൂടി ഇട്ടു, അത് കഴിഞ്ഞ് ഗോൾഡ് അല്ല എന്ന് പറഞ്ഞു. ഉടനെ ഇത് വരുമെന്ന് പറഞ്ഞു. വേഗം പോയി അവിടെ സ്കാനർ ഉണ്ട്, അവിടെ പോയി ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞു. ഇതാണ് സ്ഥിതി. അതേമാതിരി ചെക്ക്, ഇതാണ് ഇപ്പൊ ICTയുടെ നമ്മുടെ ചെക്ക് ക്ലിയറൻസും ഇതും ATM ഒക്കെ വളരെ ഓരോരോ മിനിറ്റിന്റെ പ്രശ്നങ്ങൾ. ഇതാണ് നമുക്ക് പെട്ടെന്ന് പിടിക്കുക. അപ്പൊ അങ്ങനെ ഇതാണ്. അപ്പൊ വളരെ നമ്മൾ ശ്രദ്ധാപൂർവ്വം ഇതെല്ലാം കൈകാര്യം ചെയ്യും. ഇതൊക്കെ നമ്മുടെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് നമ്മൾ മിസ്യൂസ് ചെയ്യാതെ
നമ്മൾ പ്രോപ്പറായിട്ട് നല്ല സേവനം നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യുക, പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യുക ഒരു വിധത്തിൽ. അപ്പം നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് നമ്പർ 9, ഇ കോമേഴ്സ്. യെസ്, ഇന്നത്തെ കാര്യത്തിൽ അറിയാലോ എന്താ കോമേഴ്സ് എന്ന്. ഓക്കെ, പണ്ടത്തെ ഇതല്ലല്ലോ ഇന്നത്തെ ഇത്. കോമേഴ്സ് നമ്മളെ കച്ചവടമൊക്കെ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇരുന്നിട്ട് അമേരിക്കയിലേക്കും ഇവിടേക്കുള്ള ഓരോ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഇ കോമേഴ്സ്, WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അപ്പൊ ഇ കോമേഴ്സ് മീനിങ്, ടൂൾസ്, ബെനിഫിറ്റ്, ഇ കോമേഴ്സ് ലിമിറ്റേഷൻ, ഇലക്ട്രോണിക് പേയ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ യൂണിറ്റ് 9, ഇ കോമേഴ്സ്. എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം ഇതിനെ പറ്റിയിട്ട്. ഇന്നെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ട്രാൻസാക്ഷൻസ് അല്ലേ, എല്ലാ വാങ്ങലും കൊടുക്കലും ഒക്കെ. നമ്മളെ ഒരു ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നില്ലേ അല്ലേ, ഏത് സാധനം നമ്മൾ വാങ്ങിക്കോളൂ, എല്ലാം പിന്നെ എന്താ പറയണ്ടേ, എന്തിന്റെ ആയാലും ശരി, ടെക്നിക്കലായി വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ത്രൂ ഇലക്ട്രോണിക് ഇത് മാത്രമല്ല. നമ്മൾ നോക്കിയിട്ട് കമ്പ്യൂട്ടർ വാങ്ങാൻ പോകുകയാണെങ്കിൽ, ലാപ്ടോപ്പോ വേറെ എന്തെങ്കിലും, എല്ലാം നോക്കിക്കോളൂ. കോമേഴ്സ് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ്. എവരിതിങ്. ഓരോ കാറുകൾ നോക്കിയോളൂ, ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് നോക്കൂ, ഓരോന്ന് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ. കമ്പ്യൂട്ടറൈസ്ഡ്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി കേട്ടോ, ശ്രദ്ധിക്കണേ. റോബോട്ടും എല്ലാം ഉണ്ട്. ICT വളരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം കമ്പ്യൂട്ടർ കംപ്ലീറ്റ്. നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യയിൽ. ഇതൊക്കെ ഉണ്ട്. എവിടെ ഉണ്ടാക്കണമെന്ന് പറയുന്നില്ല. എനിക്കറിയാം, പക്ഷേ ഞാൻ പറയുന്നത് ഇതൊക്കെ ചിലത് ഡിഫൻസ് സീക്രട്ട് ആണ്. അപ്പൊ ഞാൻ പറയുന്നില്ല, ചിലത് സൂപ്പർ കമ്പ്യൂട്ടറും മറ്റേതൊക്കെ പലതുണ്ട്. അപ്പോ ഇവിടെ പ്രത്യേകത എന്താണെന്ന് അറിയുക, ഈ നമ്മളെ ഈ യൂസ് ചെയ്യുന്നത്, നമ്മളെ അപ്ലിക്കേഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ തരികിടം അറിയും കംപ്ലീറ്റ്. പറയട്ടെ എന്താന്ന്. ഇന്നലത്തെ പേപ്പർ നോക്കൂ. സൂപ്പർസോണിക്, നമ്മുടെ ബ്രഹ്മോസ് മിസൈലാണ് നമ്മുടെ ഏറ്റവും വേഗത കൂടിയത്. മലയാളിയായ ശിവന്താണ് പിള്ള അതിന് ഡയറക്ടറായിരുന്നു. ഐ വാസ് വർക്കിംഗ് DRDO. നമ്മുടെ 1500 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വീഴും. ചിലപ്പോൾ 2000 കിലോമീറ്റർ. ഇവൻ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് വിട്ട പാകിസ്ഥാനിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും രാജ്യത്ത് പോയിട്ട് റാവൽപിണ്ടിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുവിടുക. അത്ര ഫാസ്റ്റ് നമ്മുടെ ടാർഗറ്റുള്ള മിസൈൽസ് ആണത് ചിലത്. ഓക്കെ, ബാക്കി ഞാൻ പറയുന്നില്ല, കാരണം രാജ്യരക്ഷ ചെയ്തുകൊണ്ട് ഞാൻ പറയില്ല. നടന്ന സംഭവം എന്താണെന്ന് അറിയൂ. 3-4 ദിവസം മുമ്പേ പേപ്പറിൽ വന്നു. ഇതൊന്നും പേപ്പറിൽ ശരിക്കും വരില്ലല്ലോ. നമ്മുടെ ചിലപ്പോൾ പാകപ്പിഴകള്. ആരോ അവിടുത്തെ 3 പേരെ ടെർമിനേറ്റ് ചെയ്തു. സയന്റിസ്റ്റ്, ഗ്രേറ്റ് സയന്റിസ്റ്റ് ടെർമിനേറ്റ് ചെയ്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. സർവീസ് ടെർമിനേറ്റ് ചെയ്തു. ഒരിക്കലും അങ്ങനെ ടെർമിനേറ്റ് ചെയ്യില്ല ഗവൺമെന്റ് സർവീസിന്. അത്രത്തോളം ക്രൂരമായ തെറ്റ് ചെയ്താൽ മാത്രമേ ടെർമിനേറ്റ് ചെയ്യൂ സെൻട്രൽ ഗവൺമെന്റില്. മനസ്സിലായില്ലേ? അത് അല്ലെങ്കിൽ വാർണിംഗ് ലെറ്റർ, വാഷയും ഇതൊക്കെ അല്ലേ കൊടുക്കുക. അതല്ലേ ടെർമിനേറ്റ് ചെയ്തു. കാരണം അത്ര ഭയാനകമായ തെറ്റാണ് ചെയ്തത്. എന്താ പറ്റിയേ? അറിയാതെ അവര് ഈ മിസൈൽ ഓൺ ചെയ്തു. നേരെ പോയത് പാകിസ്ഥാനിൽ പോയിട്ട് പതിച്ചു. പിന്നെ 125 കിലോമീറ്റർ ഉള്ളില് പാകിസ്ഥാൻ ടെറിട്ടറിയില്. ഇത് കുറെ മാസങ്ങൾക്ക് മുമ്പേ സംഭവിച്ചതാണ്. പക്ഷെ അബദ്ധം പറ്റിയതാണത്. ഇത് നേരെ പോയിട്ട് പതിച്ചത് പാകിസ്ഥാൻ. എന്തായിരിക്കും എന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. ക്യാൻ ഇമാജിൻ? പാകിസ്ഥാന്റെ ടെറിട്ടറി ഉള്ളിൽ പോയിട്ട് 125 കിലോമീറ്ററിന്റെ ഉള്ളിൽ പോയിട്ട് പതിച്ച ലാഹോർ തൊട്ടതാണ്. എന്താ സ്ഥിതി ഒന്ന് ആലോചിച്ചോളൂ. ബാക്കി പറയണ്ടല്ലോ. ഉടനടി നമ്മുടെ തെറ്റ് നമ്മൾ മനസ്സിലാക്കി അവിടുത്തെ എംബസിയോട് പറഞ്ഞു, ഗവൺമെന്റിനോട് പറഞ്ഞു, ഇറ്റ് ഇസ് എ മിസ്റ്റേക്ക് ഓൺ അവർ പാർട്ട്, ഇറ്റ് ഇസ് എറർ. അവരാദ്യം വിശ്വസിച്ചില്ല, അവർ പ്രൊട്ടസ്റ്റ് ചെയ്തു. തീർച്ചയായിട്ടും പ്രൊട്ടസ്റ്റ് ചെയ്യല്ലോ. അവരിവിടെ വന്ന് നമ്മൾ നോക്കിയോ. പക്ഷേ ഇത് എന്നിട്ട് അവസാനം പിന്നെ ഡിഫൻസ് ഇതിലൊക്കെ എൻക്വയറി ഉണ്ടാവല്ലോ. ഇന്നലത്തെ പേപ്പറിലാണ്. അപ്പൊ മിന്നാന്ന് സംഭവിച്ചത്. 3 പേരും ടെർമിനേറ്റ് ചെയ്തു. അത് വളരെ ഡേഞ്ചറസ് ആണ്. അപ്പൊ ഈ ICT ഇതൊക്കെ ഉണ്ട്. അതൊക്കെ യൂട്ടിലൈസ് ചെയ്യണം. പ്രോപ്പർ യൂട്ടിലൈസ് ചെയ്ത് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ കോമേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ നല്ല തന്നെ, പക്ഷെ പ്രോപ്പറായി ചെയ്യണം. ഓക്കെ, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ടു ഫങ്ഷണലി ട്രാൻസ്ഫോം ദ നേച്ചർ ഓഫ് എക്കണോമിക് ഗ്രോത്ത്. Okay, and development has induced both wide-ranging hopes and apprehension. ICT, fast-flowing phenomena, rapid, successfully overlapping. പറയേണ്ട ആവശ്യമില്ല. എല്ലാണ്ട് ഇപ്പോ ഈ പേയ്മെന്റ്
ഇ ട്രേഡിങ്, അതായത് ഇലക്ട്രോണിക് പേയ്മെന്റ് അറിയാലോ, ബാങ്കിലൊക്കെ ഇ ട്രേഡിങ്, ഇലക്ട്രോണിക് ട്രേഡിങ് അറിയാലോ, ഈ മാർക്കറ്റ്, ഈ ബാങ്കിങ്, ഈ ട്രഷറിയിലും അതേമാതിരിയാണല്ലോ നടക്കുന്നത്. ഇപ്പൊ ഓരോ സാലറി വാങ്ങുന്നതൊക്കെ നോക്ക് എങ്ങനെയാണെന്നൊക്കെ. ദാറ്റ് ഫെസിലിറ്റേറ്റ് ഇ കോമേഴ്സ്. ഓക്കെ, സോ ഇ കോമേഴ്സ് മീനിങ് ആൻഡ് ടൂൾസ് കണ്ടക്ടിങ് ബിസിനസ് ഇലക്ട്രോണിക്കലി യൂസിങ് നെറ്റ്വർക്ക് ആൻഡ് ഇന്റർനെറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോണിക് കോമേഴ്സ്. ശരിക്കും ശ്രദ്ധിക്കൂ, കണ്ടക്ടിങ് ബിസിനസ് ഇലക്ട്രോണിക്കലി യൂസിങ് നെറ്റ്വർക്ക് ആൻഡ് ഇന്റർനെറ്റ് is known as electronic commerce. Electronic commerce, EC, is election commission അല്ല കേട്ടോ. Electronic commerce, EC പറഞ്ഞാൽ election commission വരും ചിലപ്പോ. Electronic commerce is an emerging concept that ഇന്നത്തെ കാലത്ത് വളരെ വലിയ പുതിയ കൺസെപ്റ്റാണ്. സെല്ലിംഗ് ഓഫ് പ്രൊഡക്റ്റ്, നമ്മുടെ സർവീസ്, പ്രൊഡക്റ്റ്, ഇൻഫർമേഷൻ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇതൊക്കെ ഇൻക്ലൂഡിങ് ദ ഇന്റർനെറ്റ്. So, electronic commerce is an emerging concept that describes the buying. അപ്പൊ അതെന്താ പറയുന്നത് വെച്ചാൽ, ഇ കോമേഴ്സ് പറയുന്നത് വിൽക്കേണ്ടതും വാങ്ങേണ്ടതും അതിന്റെ ഗുണം, ഇതൊക്കെ ഓരോ ടെൻഡർ ഡോക്യുമെന്റ്സും ഇതെല്ലാം ഇലക്ട്രോണിക് അവൈലബിൾ ആണ്. ആൻഡ് ഇൻഫർമേഷൻ ആയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻക്ലൂഡിങ് ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് എല്ലാം ആവശ്യമാണ് കേട്ടോ, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇലക്ട്രോണിക് കോമേഴ്സ് uses several technologies ranging from electronic data interchange, email, commercial transaction. നിങ്ങൾ കുറെ പോയിട്ട് സൂപ്പർ ബസാറിൽ പോയിട്ട് മാർക്കറ്റ് ഇത് മേടിച്ചിരിക്കുക, ബില്ലിന് പകരം നിങ്ങൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ, കമേഴ്സ്യൽ ട്രാൻസാക്ഷൻ അല്ലേ അത്, അല്ലേ? സോ ടുഡേ electronic commerce is rapidly outgrowing the limit. ഇന്ന് എല്ലാം ഓർഡറിൽ പോയാൽ അത്, ചായ കുടിച്ചാൽ അത്, എല്ലാം നമ്മുടെ ATM കാർഡും മറ്റേ കാർഡും ഇതൊക്കെയാണല്ലോ കൊടുക്കുന്നത്. അപ്പൊ പൈസ ക്യാരി ചെയ്യുന്നില്ല. റെയിൽവേ ടിക്കറ്റ്, പ്ലെയിൻ ടിക്കറ്റ് എല്ലാം ചെറിയൊരു കാർഡ് മാത്രമാണ് നമ്മുടെ പോക്കറ്റില്, മനസ്സിലെ? പക്ഷെ ശ്രദ്ധിക്കണേ, ഈ കാർഡ് ഇല്ലെങ്കിൽ കറങ്ങി പോകും. അതുകൂടി ഓർക്കണേ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ പോക്കറ്റിലുണ്ടെന്ന്, പക്ഷെ അത് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ അത് സൂക്ഷിക്കണം. കാരണം ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. വളരെ വളരെ സങ്കടപരമായിട്ടുള്ള ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാർഡ് അബദ്ധത്തിൽ വീട്ടിൽ വെച്ചു. Of course, I wanted to carry a dead body and other thing from Chandigarh to, Kerala. പോക്കറ്റിൽ ഒരു പൈസ ഉണ്ടായിരുന്നില്ല. കാർഡ് അറിയാതെ വീട്ടിൽ വെച്ചു എൻ്റെ. അപ്പോൾ നമ്മൾ എംബാം ചെയ്യാനോ ഡോക്ടറെ അടുത്തതോ ടിക്കറ്റ് വാങ്ങാനോ ഒന്നും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടി. കാരണം എൻ്റെ വേറെ യാതൊന്നും, വേറെ ഫ്രണ്ടാണ് മരിച്ചത് ട്രാഫിക് ആക്സിഡന്റിൽ. അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ കാർഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മള് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അതിന്റെ കോഡ് ഇതൊക്കെ വളരെ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ ഈസിയാണ്, പക്ഷേ നമ്മളത് കോംപ്ലിക്കേറ്റഡ് ആക്കരുത് എന്ന് പറയാം. സോ എമർജിംഗ് കൺസെപ്റ്റ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് പ്രൊഡക്റ്റ്, സർവീസസ് ആൻഡ് ഇൻഫർമേഷൻ വൈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻക്ലൂഡിംഗ് ദ ഇന്റർനെറ്റ്. സോ ഇലക്ട്രോണിക് ദിസ് കോമേഴ്സ് use several technology, but data interchange പറഞ്ഞു. So rapidly growing. So the intranet commerce. The use of intranet is increasing rapidly, not only as an internal communication system, but also as a facilitator of internal communication. Electronic commerce in there. It uses internet-based technology to provide access to a variety of information within the department or a company. Okay, require multiple software license. ഇതിനൊക്കെ പല ഇതുണ്ട്. ഡാറ്റ കൺവേർഷൻ ഇതൊക്കെ ഉണ്ട്. പിന്നെ intranet can facilitate transaction processing in the following way: efficient transaction entry, common transaction process, consistent internal control വേണം. നമ്മളിതൊക്കെ യൂസ് ചെയ്യുമ്പോഴല്ലേ control, internal control വേണം. Extranet commerce. The exact definition of an extranet is still evolving, but the most universally accepted one is a network that links business part, അതായത് ഒരു ബിസിനസ് പാർട്ണറും മറ്റേ കമ്പനിയും തമ്മിലുള്ള ടൈപ്പിംഗ് ടുഗദർ ദെയർ ഇൻട്രാനെറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻസ്, ഒരു കമ്പനി മറ്റേ കമ്പനി. The term intranet comes from extended intranet. The main goal of extranet is to foster collaboration between organizations. ഓരോ ഓർഗനൈസേഷൻ മറ്റേ ഓർഗനൈസേഷൻ തമ്മിലുള്ള കൊളാബറേഷൻ ആണ് എക്സ്ട്രാനെറ്റ് കോമേഴ്സ്.
An extranet enables people who are located outside a company to work together with the company's internally located people. Okay, അതാണ് ഇത്. Okay, next, e-commerce. Few innovations in human history. History encompasses many benefits as electronic commerce. Electronic commerce is benefit. The global nature of technology, low cost, ഓപ്പർച്യൂണിറ്റി ടു റീച്ച് മില്യൺ, എല്ലാ അനവധി ആളുകൾക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇന്ററാക്റ്റീവ് നേച്ചർ, വെറൈറ്റി ഓഫ് ഇന്ററാക്ഷൻ, പോസിബിലിറ്റി, ഇതൊക്കെ പല വിധത്തിൽ. പക്ഷെ ഇവിടെ വളരെ ശ്രദ്ധാപൂർവം ഒരു കാര്യം നോക്കണം. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ബ്ലാക്ക് ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഊട്ടനടി ലോകം മുഴുവൻ അറിയും. അതും കൂടി ശ്രദ്ധിക്കണേ. വിൽക്കാൻ എളുപ്പമാണ്, പക്ഷേ അതിന്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്താൽ, അതിൽ ഏതെങ്കിലും ഒരു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന്, ഉദാഹരണം, പെട്ടെന്ന് സമയത്തിന്റെ അഭാവമാണ്, അനവധി വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ കോഡ്ബറീസ് ചോക്ലേറ്റ് മിനി ഇയേഴ്സ് മിനി ഡിക്കേഡ്സ്, ആ സമയത്ത് ഏതോ ഒരു ട്രിവാൻഡ്രത്ത് എന്തോ ഒരു പൊട്ടിയപ്പോ എന്തോ സംതിങ് എന്തോ ഒരു ചെറിയൊരു ജീവി എന്തോ കണ്ടു. അത് കഴിഞ്ഞിട്ട് ത്രൂ ഔട്ട് ഇന്ത്യയിലെ മാർക്കറ്റിൽ ഇത് ബാൻ ചെയ്തു. നമ്മുടെ ഇത് അവസാനം ആഫ്റ്റർ സം ഇയേഴ്സ് അവർ മെഗാസ്റ്റാർ അമിതാഭ് ബച്ചൻ ആസ് എ ബ്രാൻഡ് അംബാസഡർ ഹി സ്റ്റാർട്ടഡ് പിന്നെ ചെയ്യാനായിട്ട് അങ്ങനെ ബിസിനസ്. ഇറ്റ് ഈസ് നോട്ട് ഈസി. അപ്പൊ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ വേൾഡ് ഓവർ ഇറ്റ് എഫക്ട്സ്, നോബഡി വിൽ പർച്ചേസ്. അപ്പൊ വളരെ നമ്മുടെ ഇത് വേണം കംപ്ലീറ്റ് കേട്ടോ, വളരെ ശ്രദ്ധയോട് കൂടി ചെയ്യണം. സോ ഓർഗനൈസേഷൻ, കാരണം WTO മെമ്പർ ആവണമെന്ന് വെച്ചാൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അതേമാതിരി ഇതിന്റെ ട്രേഡ് മാർക്ക് ഉണ്ട്, എഗ് മാർക്ക്, അതേമാതിരി മറ്റേ ഇത് ISO, ഇതൊക്കെ ഉണ്ടല്ലോ പലതും. ഈ മാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലെ നമ്മൾ മെമ്പറാണ് അല്ല ഇന്ത്യ. അപ്പൊ പിന്നെ വേറൊരു കാര്യം, വെൻ യു സപ്ലൈ ഇൻഫീരിയർ ക്വാളിറ്റി ടു ഫോറിൻ കൺട്രി, ഇറ്റ് അഫക്ട് ദ നേഷൻ, നോട്ട് യു. നിങ്ങൾ നിങ്ങളുടെ സാധനം ഒരു അമേരിക്കയിലേക്കോ വേറെ എവിടേക്കെങ്കിലും നിങ്ങൾക്ക് അയച്ചു വിചാരിക്കുക, അവർ ചോദിക്കുന്നത് എവിടുന്ന വന്നതെന്നാ ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ എഫക്ട് ചെയ്യും. അപ്പൊ നമ്മളെ നല്ല ക്വാളിറ്റി ഐറ്റംസ് മാത്രമേ നമ്മൾ സപ്ലൈ. അപ്പൊ കൺസ്യൂമർ, സൊസൈറ്റി, ഇലക്ട്രോണിക് കോമേഴ്സ്, ടെക്നിക്കൽ, അങ്ങനെ നോൺ ടെക്നിക്കൽ ലിമിറ്റേഷൻസ്, ഇലക്ട്രോണിക് പേയ്മെന്റ്സ് പറയേണ്ട ആവശ്യമില്ലല്ലോ, ക്ലിയറൻസും മറ്റേതൊക്കെ, കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ദെൻ ഇലക്ട്രോണിക് ബാങ്കിങ് അറിയാലോ, എല്ലാം ത്രൂ. പിന്നെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറൈസേഷൻ ആയതുകൊണ്ട് ബില്ല് പെട്ടെന്ന് പാസ്സാവുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്, എവിടെ പൈസ കൂടുതൽ എവിടെ കമ്മി, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഗവൺമെന്റ് ട്രഷറിയിലെ ഓൺലൈൻ ചെക്ക് ജനറേഷൻ, ഓൺലൈനിലെ റിസീപ്റ്റ് അക്കൗണ്ടിങ്, എത്ര പൈസ കിട്ടി. ഇപ്പൊ ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് പെട്ടെന്ന് എത്ര കിട്ടി ഡെയിലി അറിയാം, അവിടെ ആ ഫണ്ടിൽ എത്ര അക്കൗണ്ടിൽ വന്നു അക്കൗണ്ടിങ്. അപ്പൊ ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. സോ അവിടെ ഇവിടെ നടത്തിയാൽ അവിടെ സെക്രട്ടേറിയറ്റിൽ അറിയാം, ഒറ്റ മിനിറ്റിന് അറിയാം. അപ്പൊ അക്കൗണ്ടിങ് ത്രൂ കമ്പ്യൂട്ടർ ഇൻ ദ ട്രഷറി ലെവൽ ആൻഡ് ജനറേഷൻ ഓഫ് ഇൻഫർമേഷൻ, മനസ്സിലായില്ലേ? അപ്പൊ ഇത് അപ്പൊ ICTയുടെ ബുദ്ധിമുട്ടുകൾ, അത് ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നമ്മള് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മുടെ ബാങ്ക് ബാലൻസ് ഒരു മിനിറ്റ് കൊണ്ട് ഫിംഗർ ടിപ്പിലല്ലേ നമ്മളത് അറിയുന്നു. അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയിട്ട് പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യണ്ടേ? അപ്പൊ ഇന്നതല്ല. അപ്പൊ നമ്മളെ ശ്രദ്ധിക്കേണ്ട കൺക്ലൂഷൻ നോക്കൂ ഈ യൂണിറ്റില്. There is a profound impact of ICT on the functioning of vital sectors of the economy. ഇന്ന് ഇന്ത്യൻ എക്കണോമി വളരെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സാരമായ, IT ഇല്ലേ നമ്മുടെ ഏറ്റവും റവന്യൂ IT എന്നൊക്കെയാണ്, മനസ്സിലായില്ലേ? കോമേഴ്സ്, ട്രേഡ്, അഗ്രികൾച്ചർ, റാങ്കിങ്, റൂറൽ ഡെവലപ്മെന്റ്, ഇതെല്ലാം ഇലക്ട്രോണിക് ബേസ്ഡ് ആണ്. ജനങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന ത്രൂ ഇതാണ്. ഷെയറിങ്, ഇൻഫർമേഷൻ ഷെയറിങ്, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് മോഡ് പേയ്മെന്റ് നോക്കൂ. നമ്മുടെ ഗവൺമെന്റിന്റെ പൈസ, നമ്മുടെ പെൻഷൻ നോക്കൂ, വിധവ പെൻഷൻ ആയിക്കോട്ടെ, ഓൾഡ് ഏജ് പെൻഷൻ, പെട്ടെന്ന് മോഡിജിയുടെ കർഷക പെൻഷൻ പെട്ടെന്ന് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത്, മനസ്സിലായില്ലേ? ഇതൊക്കെ വളരെ ഫാസ്റ്റ് ആണ് വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ, ഇൻകം ടാക്സ് റീഫണ്ട്, ഇതൊക്കെ വളരെ ഫാസ്റ്റ് ആണ്. അപ്പൊ അതാണ് ICTയുടെ പ്രത്യേകത. സോ സോഫ്റ്റ്വെയർ, അതേമാതിരി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, റിസോഴ്സസ് ഉണ്ട് നമുക്ക്, അതേമാതിരി ആൻഡ് പ്രൊഫഷണൽസും വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ കേട്ടോ. പിന്നെ പ്രൊഫഷണൽസ്, ഇത്തരത്തിലുള്ള ഹാൻഡിൽ ചെയ്യാനുള്ള പ്രൊഫഷണൽസ് വേണം. അതേമാതിരി എറർ ഫ്രീ ആൻഡ് സെക്യൂരിറ്റി ആർ വെരി മച്ച് റിക്വയർഡ്. സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ATM-ലൊക്കെ നമുക്ക് അറിയാലോ, സെക്യൂരിറ്റി ഇതെല്ലാം വളരെയധികം ഇതായിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം.
are required to make economy more viable. അപ്പോൾ ഇന്ത്യ ലോകത്തിൽ തന്നെ നമ്മുടെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് നേഷൻസ് യുനോ നമ്മുടെ IT സെക്ടറിലെ ഏറ്റവും കൂടുതൽ ഇതാണ്. പക്ഷേ വി ആർ പ്ലേയിങ് എ വൈറ്റൽ റോൾ ആൻഡ് വേൾഡ് ഹാസ് റെക്കഗ്നൈസ് അവർ എബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗുണങ്ങളാണ് ഇന്ത്യക്കുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സോ ദീസ് 2 units are over.